بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قد كانت لكم أسوة حسنة في إبراهيم والذين معه إذ قالوا لقومهم إنا براء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده إلا قول إبراهيم لأبيه لأستغفرن لك وما أملك لك من الله من شيء ربنا عليك توكلنا وإليك أنبنا وإليك المصير. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും
സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. സർവശക്തനായ അല്ലാഹു തആല അവനേറ്റവും ഇഷ്ടപ്പെടുന്ന നിലക്ക് അമലുകളുമായി ചെയ്ത് അത്തരം അമലുകൾ പ്രവർത്തിച്ചുകൊണ്ട് അവനെ കണ്ടുമുട്ടാൻ തൗഫീഖ് ലഭിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം മുഴുവനും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ ഹറമുകളിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ ഹജ്ജിൻ്റെ മാസങ്ങൾ നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കാതെ ഒരാൾക്കും കടന്നു പോകാൻ കഴിയുന്നതല്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ പേര് പ്രതിപാദിപ്പിക്കപ്പെട്ട മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഒരു സൂറത്ത് തന്നെ ആ ഒരു പ്രവാചകൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഖുർആനിലുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകന് ആ ഒരു പ്രവാചകൻ്റെ പേരിടുകയാണ്, അഥവാ ഇബ്രാഹിം എന്ന പേര് നൽകുകയാണ്. ഖുർആനിൽ കാന സുദ്ദീഖൻ നബിയ എന്നും കാന ഉമ്മത്തുൻ ഖാനിതൻ ലില്ലാഹ് എന്നും വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ, അഥവാ സത്യസന്ധനായ നബിയാണ്, ഒരു വ്യക്തിയല്ല ഒരു സമൂഹം തന്നെ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ ആത്മമിത്രമെന്ന ആ ശ്രേഷ്ഠതകളും പദവികളും കരസ്ഥമാക്കാൻ കഴിഞ്ഞ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്തുകൊണ്ട് സഹോദരന്മാരെ ഈ ഒരു നിലക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെത്താൻ കഴിഞ്ഞു? ഏതാനും ചില കാര്യങ്ങളാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇത്രമാത്രം പടച്ച റബ്ബ് എൻ്റെ ഉറ്റ ചങ്ങാതി അള്ളാഹുവിൻ്റെ ആത്മമിത്രമെന്ന നിലയിലേക്ക് പോലും ആ ഒരു പദവിയിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് ത്യാഗങ്ങൾ അവിടുന്ന് സഹിച്ചു കഴിഞ്ഞതാണ്. എന്തൊക്കെ പരീക്ഷണങ്ങൾ നൽകിയോ, പണ്ഡിതന്മാർ പറയുന്നത് പോലെ 50-ലധികം പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേരിട്ടു. ആദർശരംഗത്ത് ഒരു പരീക്ഷണം കഴിയുമ്പോൾ അതിനേക്കാൾ മറ്റൊന്നാണ് അല്ലാഹു തആല വീണ്ടും നൽകുന്നത്. ഏത് പരീക്ഷണത്തിലും അടിപതറാതെ, അതിലൊന്നും വീണുപോകാതെ കൃത്യമായി വിജയിച്ചു കഴിഞ്ഞു. എല്ലാം പൂർത്തീകരിച്ച ഇബ്രാഹിം എന്ന് അല്ലാഹു തആല പറയുന്ന നിലയിലേക്ക് ജീവിതം കൊണ്ട് തെളിയിച്ചതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതം. പിറന്നു വീഴുന്നത് തന്നെ ഷിർക്കിൻ്റെ നാട്ടിലാണ്. ആ ഷിർക്കിൻ്റെ ആളുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വീട്ടിലാണ് ജനിച്ചു വീഴുന്നത്. അഗ്നിയെ ആരാധിക്കുന്ന, അതുപോലെ സൂര്യനെ ആരാധിക്കുന്ന, ചന്ദ്രനെ ആരാധിക്കുന്ന ബിംബങ്ങളെ ഉണ്ടാക്കി ആ ബിംബങ്ങൾക്ക് മുമ്പിൽ പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജീവിക്കുന്നത്. ബാപ്പയാകട്ടെ ബിംബങ്ങളെ ഉണ്ടാക്കി അതങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് അതിൻ്റെ ലാഭം കൊണ്ട്, അതിൻ്റെ വിഹിതം കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ മകനായിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു വളരുന്നു. ബാപ്പയോട്
സംസാരിക്കാൻ തുടങ്ങി ഈ വിഷയത്തെക്കുറിച്ച്. ആളുകളോടും പറയാൻ തുടങ്ങി. മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ട്, ജനങ്ങളെ, നിങ്ങൾ എന്തിനാ എൻ്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് ബിംബങ്ങൾ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നത്? ഇതാരാ വാങ്ങുക? മനിഷ്തരി. ആരിത് വാങ്ങും? ആരാണിത് വാങ്ങുക? ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഈ ബിംബങ്ങളെ എൻ്റെ ബാപ്പയുണ്ടാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ വിഡ്ഢികളല്ലാതെ ഇതാര് വാങ്ങുമെന്ന് ചരിത്രങ്ങളിൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ബാപ്പയുടെ മുഖത്ത് നോക്കിയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്. എല്ലാ ബഹുമാനങ്ങളും എല്ലാ ആദരവുകളും ബാപ്പയോട് നിലനിർത്തിയിട്ട് ബാപ്പയോട് ചോദിക്കുന്നു, ബാപ്പ, ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ഷൈആ. പിതാവേ, നിങ്ങൾ എന്തിനാ, ഇത് ഖാല ലി അബീഹി യാ അബതി, ബാപ്പയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, പിതാവേ, ലിമ തഅബുദു, എന്തിനാ ബാപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? മാ ലാ യസ്മഉ വലാ യുബ്സിർ, കേൾക്കാത്ത കാണാത്ത ഈ ബിംബങ്ങളെ എന്തിനാരാധിക്കുന്നു? വലാ യുഗ്നി അൻക ഷൈആ, നിനക്കൊരു ഉപകാരം പോലും ചെയ്യാൻ കഴിയാത്ത, നിങ്ങളുണ്ടാക്കിയ, നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഈ ബിംബത്തെ തന്നെയല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഈ ബിംബത്തോടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങളാകട്ടെ ഈ ദൈവത്തെ നിർമ്മിച്ചിരിക്കുന്നു. എന്തൊരു വിരോധാഭാസം! ബാപ്പയോട് ചോദിക്കുകയാണ് സഹോദരന്മാരെ. ആ സമയത്ത് നമ്മളൊക്കെ അറിയേണ്ടതുണ്ട്, ജനിച്ച് വളരുന്ന, പിറന്ന് വീണ, തനിക്കെല്ലാ നിലക്കും സഹായങ്ങൾ ചെയ്യുന്ന ആ വീടും വീട്ടുകാരും കുടുംബക്കാരോടും വിശിഷ്യ തൻ്റെ പൊന്നുപ്പയോട് ആദർശരംഗത്ത് വീഴ്ചകൾ കണ്ടപ്പോൾ, അള്ളാഹുവിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ബാപ്പയാണെന്ന് പോലും പരിഗണിക്കാതെ ആ സ്നേഹം നിലനിർത്തിയിട്ട് ബാപ്പയോട് ഉപദേശിക്കുകയാണ്. എന്തിനാ ഉപദേശിക്കുന്നത്? എൻ്റെ ബാപ്പ നരകത്തിലേക്ക് എത്താൻ പാടില്ല, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ നരകത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് ഷിർക്ക് തെറ്റുമായി, കുഫർ എന്ന തെറ്റുമായി, അള്ളാഹുവിൻ്റെ മാരകമായ ശിക്ഷയ്ക്ക് വിധേയമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തിൽ ഈ ദഅവത്ത് ആരംഭിക്കുന്നു. അതുകൊണ്ടല്ലേ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹ് പറഞ്ഞത്, പ്രവാചകരെ, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, റസൂലേ, നിങ്ങളും ദഅവത്ത് ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് വഹി വരുന്നു, അള്ളാഹുവിൻ്റെ വീണ്ടും കൽപ്പന വരികയാണ്. വഹി വന്നപ്പോൾ കുടുംബക്കാരെ വിളിച്ചുകൂട്ടി ഈ ദഅവത്ത് ആദ്യം കുടുംബത്തിലേക്ക് എത്തിക്കൂ, കുടുംബത്തെയാണ് നരകത്തിൽ നിന്ന് നീ രക്ഷിക്കേണ്ടത്. എല്ലാ കുടുംബക്കാരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ, ഇതാ ഈ സഫക്ക് താഴെ ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഞാൻ പറയുകയാണ്, ഈ മലയ്ക്ക് പിന്നിൽ നിന്ന് ഒരു സൈന്യം നമ്മളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കില്ലേ? അബൂജഹലും അബൂലഹബ് അടക്കമുള്ള എല്ലാ ഖുറൈശികളും പറഞ്ഞു, മുഹമ്മദേ, ഇതെന്തൊരു അത്ഭുതമാണ്, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്നോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കും. അപ്പോഴാ പറഞ്ഞത്, എങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടത് ഒരു വലിയ സത്യവുമായിട്ടാണ്. ആ സത്യവുമായിട്ട് അത് നിങ്ങൾ പിന്തുടരാതെ തിരിച്ചു പോവുകയാണെങ്കിൽ മാരകമായ ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഭയപ്പെടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അബൂലഹബ് വാചകം കേട്ടപ്പോൾ, നീ പറയുന്നത് എല്ലാം ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷേ ഈ ഒരു കാര്യം നീ ഞങ്ങളോട് പറയാൻ പാടില്ല. തബ്ബല്ലക്, നീ നശിച്ചു പോകട്ടെ എന്ന് അബൂലഹബിൻ്റെ മറുപടിയാണ്. അവിടെയാ അബൂലഹബ് നശിച്ചു പോയിരിക്കുന്നു, അവൻ നശിക്കട്ടെ, അവൻ്റെ ഇരുകരങ്ങളും നശിച്ചിരിക്കുന്നു എന്ന് ആയത്തുകൾ ഇറങ്ങുന്നത്. സഹോദരന്മാരെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കുടുംബത്തിൽ വെച്ച് ദഅവത്ത് ആരംഭിക്കുന്നു. അതേ കൽപ്പന റസൂലുള്ളാഹിക്കും നൽകുന്നു. ഈ പ്രവാചകന്റെ അനുയായികളായ നമ്മളോ, നമ്മുടെ കുടുംബത്തിൽ എത്രയോ ആളുകൾ ഇപ്പോഴും ശിർക്കിൻ്റെ വഴികളിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ CD കൊണ്ടുപോകുന്നു, നാട്ടിലേക്ക് പുസ്തകങ്ങൾ കൊണ്ടുപോകുന്നു, ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, മണിക്കൂറുകളോളം പലരോടും തർക്കിക്കുന്നു, കാണുന്നവരോടും കാണാത്തവരോടും എഴുത്തിലൂടെ സംസാരത്തിലൂടെ പല രീതിയിലും പല ലേഖനങ്ങളിലുമായിക്കൊണ്ട് എത്രയോ സമയങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ എൻ്റെ ഉമ്മയും
എൻ്റെ ഉപ്പയും എൻ്റെ കുടുംബക്കാരും ഷിർക്കിൻ്റെ വഴികളിലേക്ക് എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ തടുത്തു നിർത്താൻ പലപ്പോഴും നമ്മൾക്ക് കഴിയുന്നില്ല. എന്താ പറയുന്ന ന്യായം? ഉമ്മയോട് പറഞ്ഞാൽ, ബാപ്പയോട് പറഞ്ഞാൽ, എൻ്റെ കുടുംബത്തിൽ കയറി പറഞ്ഞാൽ ഞങ്ങളുമായുള്ള ബന്ധം തകരും. പുറത്തുപോയി ദഅവത്ത് നടത്തുമ്പോഴോ അവരുമായിട്ട് തർക്കിച്ചാൽ ബന്ധത്തിനൊന്നും സംഭവിക്കില്ലല്ലോ. ഈ മനുഷ്യൻ ചെയ്യുന്ന യഥാർത്ഥ പണി എന്തെന്നറിയോ? സ്വന്തം കുടുംബക്കാര് നരകത്തിലേക്ക് പോകുമ്പോൾ കണ്ണടച്ചു പിടിച്ച് ആ നരകത്തിലേക്കുള്ള വഴിയിൽ നിന്ന് അവരെ തടുത്തു നിർത്താതെ അവരോട് വഞ്ചന കാണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്ന് നാം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നാം പറയണം നമ്മുടെ കുടുംബത്തിൽ. അതാ ഇബ്രാഹിം നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഖുർആൻ അത് വിശദീകരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുന്നത്, ആദ്യം നിന്നോട് ആ കാര്യത്തെക്കുറിച്ച് അള്ളാഹ് ചോദിക്കുകയും ചെയ്യുക, നിന്റെ ചുറ്റുപാടുള്ള ആളുകളെ കുറിച്ച്. അത് ചോദിക്കുമല്ല. ദഅ്വാ രംഗത്ത് നീ സജീവമായിട്ടുണ്ട്, ദഅവത്തിന് വേണ്ടി നീ ഇറങ്ങിത്തിരിക്കുന്നു. പക്ഷേ എല്ലാവരോടും പറയണം. എന്നാൽ സഹോദരന്മാരെ, നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ, നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ പല വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നമ്മുടെ വേണ്ടപ്പെട്ടവരോട് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയെക്കുറിച്ച്, അഥവാ ഷിർക്കിലൂടെ, കുഫറിലൂടെ, അന്ധവിശ്വാസത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ ഒരു നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് പറയാൻ നമ്മൾ പലപ്പോഴും വൈമനസ്യം കാണിക്കുകയാണ്. അത് പാടില്ല. ഇബ്രാഹിം നബി ബാപ്പയുടെ മുഖത്ത് നോക്കി അത് പറഞ്ഞു. ബാപ്പ, കേൾക്കാത്ത കാണാത്ത, പോകട്ടെ ഒരു ഉപകാരം പോലും ചെയ്യാത്ത ഈ ബിംബത്തെ നിങ്ങൾ എന്തിനാ ബാപ്പ ആരാധിക്കുന്നത്? നിങ്ങളല്ലേ ഇത് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇതല്ലേ പ്രിയപ്പെട്ടവരെ സത്യം? എത്ര ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ആകാശത്തേക്ക് ഉയരേണ്ട കൈകൾ ഖബറിലുള്ള, അതല്ലെങ്കിൽ മണ്ണിനടിയിലുള്ളവരിലേക്ക് ആ കൈകൾ താഴ്ന്നു പോവുകയാണ്, ചുമരുകളിലേക്ക് എത്തിപ്പോവുകയാണ്, രൂപങ്ങളിലേക്കും ചിത്രങ്ങളിലേക്കും. എല്ലാവരോടും, മരങ്ങളോടും കല്ലുകളോട് പോലും ആളുകൾ പ്രാർത്ഥിക്കുന്നു, പൂജിക്കുന്നു, പ്രയാസങ്ങൾ പറയുന്നു. സഹോദരന്മാരെ, നമുക്കറിയാമത് എൻ്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് എന്ന്, ഞാനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരിൽ ആരൊക്കെയുണ്ട് എന്ന് കൃത്യമായി നമ്മൾക്കറിയാം. പക്ഷെ എന്തോ പറയാൻ അതൊരല്പം ത്യാഗമാണ് എന്ന് നമ്മൾക്കറിയുന്നത് കൊണ്ട് അവരേതെങ്കിലും വഴിക്ക് പോകട്ടെ, ഞാൻ ആ പ്രശ്നത്തിനില്ല എന്ന് പറഞ്ഞ് നല്ല പിള്ള ചമയാന ആളുകൾ ശ്രദ്ധിക്കുന്നത്. പാടില്ല സഹോദരന്മാരെ. പൂർവകാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ, അതേപോലെ തന്നെ ഹദീസുകളിലൂടെ ആ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് ഈ ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ദഅവത്ത് ആരംഭിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് എന്ന് ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കുക. ഇനിയോ ഖലീലുള്ള പറഞ്ഞു ബാപ്പയോട്, എന്തിനാ ബാപ്പ നിങ്ങളിത് ആരാധിക്കുന്നത് എന്ന്. എന്താ ബാപ്പയുടെ മറുപടി? സ്നേഹിക്കേണ്ട, ലാളിക്കേണ്ട, തലോടേണ്ട ആ കൈകളെ കൊണ്ട് തന്നെ ആ ബാപ്പ പറയുകയാണ്. ബാപ്പ പറയുന്നു, ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം. ഇബ്രാഹിം, നീ എൻ്റെ വിഗ്രഹങ്ങളെ, ഞാനുണ്ടാക്കിയ ദൈവങ്ങളെ നീ ചീത്ത പറയുകയാണോ? എൻ്റെ ആരാധ്യ വസ്തുക്കളാണിത്, ഞങ്ങൾ ആരാധിക്കുന്നതാണിത്. ആ ആരാധ്യ വസ്തുക്കളെ നീ എൻ്റെ മോനായി ജനിച്ച് എൻ്റെ വീട്ടിൽ വളർന്ന് ഞാൻ തരുന്നത് തിന്നും കുടിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനുണ്ടാക്കിയ വിഗ്രഹങ്ങളെ തന്നെ, ആരാധ്യ വസ്തുക്കളെ തന്നെ നീ ചീത്ത പറയുകയാണോ? ല ഇല്ലം തൻതഹി ല അർജുമന്നക്. പിന്തിരിയുന്നില്ല എങ്കിൽ ഇതാ നിന്നെ തലോടിയ കൈകളാണിത്, നിന്നെ സ്നേഹിച്ച കൈകളാണിത്. ഈ കൈകളെ കൊണ്ട് തന്നെ ഞാൻ നിന്നെ കല്ലെറിഞ്ഞാട്ടുമെന്ന് ബാപ്പ മോനോട് പറയാണ്. ബാപ്പയോട് മോൻ ബാപ്പക്കൊരു രക്ഷയുള്ള കാര്യം പറയാ. ആ സമയത്ത് ബാപ്പ മോനോട് ഈ നിലക്കും സംസാരിക്കുന്നത് ഒരു ഗുണപാഠമാണ് പ്രിയപ്പെട്ടവരെ. ഇത് നമ്മൾക്ക് അല്ലാഹുവിൻ്റെ റസൂലും കുടുംബത്തിൽ നിന്ന് ഇതേ പ്രയാസങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വന്നു. കുടുംബത്തിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കുന്ന നിലക്ക് അവരോടുള്ള എല്ലാ സ്നേഹവും നിലനിർത്തി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ആരും വിചാരിക്കേണ്ടതില്ല അവരൊന്നാമതായി പൂമാറയിട്ട് നമ്മളെ സ്വീകരിക്കുമെന്ന്. അവർ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൽ നിന്ന് ആ വിശ്വാസത്തിൽ നിന്ന് മാറി വരാൻ ഒരു വലിയ പർവ്വതക്കണക്കെ അവർ താണ്ടിക്കടക്കേണ്ടതുണ്ട്. അവരത് വിശ്വസിക്കുകയാണ്, അവരുടെ വിശ്വാസമാണ് ശരിയെന്ന നിലക്ക അവർ ആ വിശ്വാസം കൊണ്ടു നടക്കുന്നത്. ഏലസ് കെട്ടുന്നതും ഖബറിൻ്റെ സമീപത്ത് പോയി ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നതും ജാറം മൂടുന്നതും
അവിടെ വിളക്ക് കൊളുത്തുന്നതും എല്ലാ സങ്കടങ്ങളും അവിടെ പറയുന്നതും നേർച്ചകൾ നേരുന്നതും ഖബറാളിക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ മഖ്ലൂഖീങ്ങൾക്ക് വേണ്ടി, തൃപ്തി കിട്ടാൻ വേണ്ടി ബലിയർപ്പിക്കുന്നതുമെല്ലാം ആ വിശ്വാസം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നതിൻ്റെ പേരിലാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരോട് പോയിട്ട് ഇത് തെറ്റാണ് ബാപ്പ, ഇത് തെറ്റാണ് എൻ്റെ കുടുംബക്കാരെ എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ വിഡ്ഢിത്തം അവർക്ക് മനസ്സിലാകുന്നത് വരെ ഒരുപക്ഷെ അവർ നമ്മളെ വെറുത്തുകൊണ്ടിരിക്കും. ആ വെറുപ്പ് സമ്പാദിച്ചിട്ട് വേണം നമ്മൾ അവരോട് ദഅവത്ത് നടത്താൻ, അല്ലേ? പ്രയാസപ്പെടുത്തുകയല്ല വേണ്ടത്. എവിടെയാകട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു വലയിൽ കുടുങ്ങിയ ഒരു പാമ്പിനെ നാം രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ വലയുടെ കണ്ണികളെ ഒരു ബ്ലേഡ് കൊണ്ട് മുറിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലെ ലക്ഷ്യം ആ പാമ്പിനെ രക്ഷിക്കല, അതല്ലെങ്കിൽ ആ വലയിൽ കുടുങ്ങിയ ഒരു കുരുവിക്കുഞ്ഞിനെ രക്ഷിക്കല. പക്ഷെ അത് വിചാരിക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി വരികയാ ഈ മനുഷ്യനെന്ന്. അത് കൊത്തും, അതിങ്ങോട്ട് പല നിലക്കും ഉപദ്രവം ചെയ്യാൻ നോക്കും. അത് വിചാരിച്ചിട്ട് നമ്മൾ രക്ഷിക്കാതെ പോകാറില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ആ നിലക്ക് നമ്മൾ എല്ലാ നിലക്കും സ്നേഹത്തോടുകൂടി എല്ലാവിധ അദബുകളോടും കൂടി അള്ളാഹുവിൻ്റെ സത്യം അവർക്ക് നാം എത്തിച്ചു കൊടുക്കണം. അവർ വരട്ടെ വരാതിരിക്കട്ടെ, ഹിദായത്ത് അത് അള്ളയാണ് നൽകുന്നത്. ആരുടെയും നാവിൻ്റെ കഴിവ് കൊണ്ടോ ലേഖനത്തിൻ്റെ മൂർച്ചകൾ കൊണ്ടോ ഒരാൾക്കും ഹിദായത്ത് കിട്ടില്ല. അങ്ങനെ ആരും ധരിക്കേണ്ടതുമില്ല. അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഔദാര്യമാണ്. പക്ഷെ അള്ളാഹ് ചോദിക്കും നമ്മളോട്, നീ കുടുംബക്കാരോട് പറഞ്ഞോ, അയൽവാസികളോട് പറഞ്ഞോ, ഈ ദഅവത്ത് എത്തിച്ചോ? ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ, അല്ലേ? ആളുകൾ വെറുക്കുമ്പോഴും നമ്മുടെ മറുപടി അതാ. എന്തിനാ എൻ്റെ ബാപ്പയെ, എൻ്റെ കുടുംബത്തെ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ബഹിഷ്കരിച്ചാട്ടിവിട്ടപ്പോഴും ഞാൻ വീണ്ടും കത്തിലൂടെ, ഫോണിലൂടെ, സംസാരത്തിലൂടെ എൻ്റെ ബാപ്പയോടും കുടുംബത്തോടും ഈ ഉപദേശം നൽകുന്നത്? അള്ളാൻ്റെ മുമ്പിൽ എനിക്ക് മഅദിറത്ത്, അല്ലേ, എനിക്ക് ഉദ്റ് ബോധിപ്പിക്കണം നാഥാ, ഞാൻ ഇതൊക്കെ എത്തിച്ചു കഴിഞ്ഞതാ, ഞാൻ അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തതാ. ആ നിലയ്ക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനും മറുപടി ലഭിച്ചു. കുടുംബത്തിൽ നിന്ന് വീട് വിട്ട് പുറത്തിറങ്ങിപ്പോകണം. അടങ്ങി നിന്നോ? സങ്കടം കൊണ്ട് മാറിപ്പോയോ? നമ്മളാണെങ്കിൽ അങ്ങനെയാ, അല്ലേ? എവിടെയെങ്കിലും ഒരു ദഅവാ രംഗത്ത് നമ്മൾ പ്രവർത്തിച്ചാൽ ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി ഒരല്പം ത്യാഗം സഹിച്ച് ഒരാളുടെ റൂമിലേക്ക് നമ്മളൊന്ന് പോയാൽ ഒരു ചീത്ത കേൾക്കുമ്പോഴേക്ക് ഇനി ഞാൻ ആ പണിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറിപ്പോവുകയാണ്. ഒരു പ്രയാസവും ദഅവാ രംഗത്ത് സഹിക്കാൻ ഒരാൾക്കും സാധ്യമല്ല, അല്ലേ? എല്ലാവരും പറയാ ഞാനില്ല, നിങ്ങൾ നടത്തൂ, ഞാൻ പിന്നിലുണ്ട്, സാമ്പത്തികമായി വേണേൽ നിങ്ങൾ ചോദിച്ചോ, എല്ലാത്തിനുമുണ്ട്, പക്ഷേ ഇത് പറയാൻ ഞാനില്ല. എന്തേ ഇല്ലാത്തത്? ഞാനിത് പറയുമ്പോൾ അവരെങ്ങാനും എന്നെപ്പറ്റി എന്തെങ്കിലും വിചാരിച്ചാലോ? അതല്ല, ആ മഹലിൽ സുന്ദരമായി പോവുകയാണ് കാര്യങ്ങളൊക്കെ, അവിടെ പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ആ മഹലിൽ ഭിന്നിപ്പുണ്ടായാലോ? അത് ഭിന്നിപ്പാണോ പ്രിയപ്പെട്ടവരെ? തൗഹീദിലല്ലേ ഏകോപിക്കേണ്ടത്, തൗഹീദിലല്ലേ ഒരുമിക്കേണ്ടത്. ഷിർക്കിൻ്റെ വിഷയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചാലും അള്ളാൻ്റെ ബർക്കത്തുണ്ടാകുമോ ആ നാട്ടിൽ, ആ മണ്ണിൽ, ആ മഹലിൽ? പക്ഷെ ആളുകൾ ഇതൊന്നല്ല ചിന്തിക്കുന്നത്. ദുനിയാവിൻ്റെ കണ്ണോടുകൂടിയ എല്ലാവരും കാണുന്നത്. ഇബ്രാഹിം ബാപ്പ ഇറക്കി വിട്ടപ്പോഴും അടങ്ങി നിൽക്കാതെ സ്വന്തം ജനതയിലേക്ക് പോവുകയാണ്. ജനങ്ങളോടും പറഞ്ഞു, ജനങ്ങളെ, എന്തിനാ നിങ്ങൾ ഈ ബിംബത്തെ ആരാധിക്കുന്നത്? എന്തിനാ നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കേണ്ടത്, അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹിനോട് പറയേണ്ടത്? മനുഷ്യൻ നിർമ്മിച്ച ഈ വിഗ്രഹത്തോട് നിങ്ങൾ എന്തിനു പറയുന്നു? ഇവർ കാണില്ല, കേൾക്കില്ല, ഒന്നും ചെയ്യില്ല, ഉപകാരം ചെയ്യില്ല, ഉപദ്രവം ചെയ്യില്ല. ഒരു നായമൂത്രമൊഴിച്ചാൽ അത് തടുക്കാൻ പോലും കഴിയാത്ത ആ ബിംബത്തോടാണ് നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? അവരും പ്രയാസപ്പെടുത്തി, അവരും ഇബ്രാഹിമിനെ ബഹിഷ്കരിക്കാൻ തുടങ്ങി. ആ സമയത്ത് തൻ്റെ കൂടെ വിശ്വസിച്ച ആളുകളുമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതക്കും നൽകിയ മറുപടിയാണ് സൂറത്തുൽ മുംതഹിനയിലെ 4-ാമത്തെ വചനത്തിലൂടെ ആമുഖമായി ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു തആല നമ്മളോട് പറയുന്നു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമ വല്ലദീന മഅ. ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളോട് അല്ലാഹു സംസാരിക്കുന്നത്, നിങ്ങൾക്ക് സമുദായമേ, ഇബ്രാഹീമിലും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളിലും ഉത്തമമായ മാതൃക നിങ്ങൾക്കുണ്ട്. എന്തിനാ നമ്മൾക്ക് മാതൃകയുള്ളത്? പറയുന്ന ഓരോ ആയത്തും പ്രിയപ്പെട്ടവരെ, ഓരോ വചനങ്ങളും ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു? നാമമാത്ര മുസ്ലിമീങ്ങളായി
പല സന്ദർഭങ്ങളിലും നമ്മൾ അധപ്പതിച്ചു പോകുന്നുവോ എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട്. അല്ലാഹ് പറയാ, ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, അദ്ദേഹത്തെ പിന്തുടർന്ന സ്വാലിഹീങ്ങളിൽ മാതൃകയുണ്ട്. എന്തിനാ മാതൃക? ഇത് ഖാലൂ ലിഖൗമിഹിം, അവർ തങ്ങളുടെ ജനതയോട് പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, ഞങ്ങളിതാ ഇന്നാ ബുറാഉ മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായിരിക്കുന്നു. നിങ്ങളെ മാത്രമല്ല, വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരോടൊക്കെ ഇബാദത്തുകൾ ചെയ്യുന്നുവോ എല്ലാവരിൽ നിന്നും ഞങ്ങൾ ഒഴിവായിരിക്കുകയാണ്. കഫർനാ ബിക്കും വബദാ ബൈനനാ വബൈനകുമുൽ അദാവ, നിങ്ങളെ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ളാ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ വ്യക്തമായ ശത്രുതയാണ് ഇനി മുതൽ. നിങ്ങൾ കാഫിരീങ്ങളാ, ഞങ്ങൾ മുസ്ലിമീങ്ങളാ. വ്യക്തിപരമായി നിങ്ങളോടൊരാളോടും ഞങ്ങൾക്ക് വിദ്വേഷമില്ല, പക്ഷേ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ഒരു പകയുണ്ട്, ഒരു വിദ്വേഷമുണ്ട്. എന്താ അതിന് കാരണം? വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ളാഉ അബദൻ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് വരെ, അവനെ ഏകനാക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ശത്രുതയാണ്, പകയാണ്, വിദ്വേഷമാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും തൻ്റെ അനുയായികളും ആ ജനതയോട് പറയുകയാണ്. അല്ലേ? ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്നു, ഒഴിവാകുന്നു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശത്രുതയാണ്, പകയാണ്. അള്ളാഹുവിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ, മുഅ്മിനാകുന്നത് വരെ, മുവഹ്ഹിദാകുന്നത് വരെ നിങ്ങളുടെ ശിർക്കുമായിട്ടും കുഫറുമായിട്ടും ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ആദർശ രംഗത്ത് ഒരു മുസ്ലിമിൻ്റെ സമീപനത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേ മാർഗം പിന്തുടരുകയാണ്. അല്ലേ? ആദർശത്തെ ഒരാളും, ഇസ്ലാമികമായ ആദർശം സ്വീകരിക്കുന്ന വിശ്വാസികൾ ഇസ്ലാമല്ലാത്ത ഒരു മതത്തോടും 1% പോലും നമ്മൾ കൂറ് കാണിക്കാൻ പാടില്ല. ലോകത്ത് പല മതവിശ്വാസികളുണ്ട്, പല വിധത്തിൽ ആരാധന നടത്തുന്ന ആളുകളുണ്ട്. വ്യക്തികളെ സ്നേഹിക്കാം, പക്ഷേ ആ വ്യക്തികൾ സ്വീകരിക്കുന്ന ആദർശ മാർഗത്തോട് ഒരു നിലക്കുള്ള ആശംസകളോ ആശീർവാദങ്ങളോ സ്നേഹമോ നാം പങ്കുവെക്കാൻ പാടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കക്കാർ വന്ന് പറഞ്ഞില്ലേ, മുഹമ്മദേ, ഇതാ നിന്റെ ആദർശം ഞങ്ങൾ സ്വീകരിക്കാം, ഒറ്റൊരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഒരു 6 മാസം, കുറച്ച് കാലം നീ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ കാണുമ്പോൾ നീ വിശ്വസിക്കേണ്ട, ആരാധിക്കേണ്ട, ഒരു ബഹുമാനം നൽകിയാൽ മതി. അല്ലേ? ഒരു ബഹുമാനം നൽകിയാൽ മതി. എങ്കിൽ ഞങ്ങൾ നിന്റെ റബ്ബിനോട് എല്ലാ നിലക്കും ഞങ്ങൾ മുസ്ലിമീങ്ങളായി ആ നിലക്ക് നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ മാറാം. എല്ലാ നിലക്കും അവർ തയ്യാറാവുകയാണ്. പക്ഷെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞത്? അല്ലേ? അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പ്രവാചകരെ പ്രഖ്യാപിക്കണം. എന്താ വിളിക്കേണ്ടത്? ഹേ നിഷേധികളെ, അല്ലേ? നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കേണ്ടതില്ല. അതിങ്ങനെ പറഞ്ഞ് അവസാനം പ്രഖ്യാപിക്കുകയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതം. നിങ്ങളുടെ ദൈവത്തോട്, നിങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് എൻ്റെ തലകുനിക്കേണ്ട, അതിനെ ബഹുമാനിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. എൻ്റെ മതം അത് തികഞ്ഞ മതമാണ്. എൻ്റെ മതത്തിന്, ഈ ഇസ്ലാം ദീനിന് എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ടെങ്കിലല്ലേ നിങ്ങളുടെ ആഘോഷങ്ങളോ ആചാരങ്ങളോ നിങ്ങളുടെ ഏതെങ്കിലും നിലക്കുള്ള പ്രവർത്തനത്തിൽ ഞാൻ ആശംസകൾ നൽകേണ്ടത്? ഞാൻ വിശ്വസിക്കുന്ന മതം തന്നെ അത് പൂർണ്ണമാണ്. അതുകൊണ്ട് ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതമെന്ന് പ്രഖ്യാപിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ഇബ്രാഹിം നബിയും പറയുന്നു, അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും പറയുന്നു, വിശ്വാസികൾ പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ പറയുന്ന വാചകങ്ങളല്ലേ ഇത്, ആയത്തുകളല്ലേ ഇത്? ഞങ്ങളും നിങ്ങളും തമ്മിൽ വ്യക്തമായ ശത്രുതയിലാണ്. ആരൊക്കെ തമ്മിൽ? ഒരു മുസ്ലിമും ഒരു കാഫിറും വിശ്വാസരംഗത്ത് ഒരു നിലക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുമിക്കാൻ പാടില്ല. ഇതെന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആളുകൾക്കും തോന്നുകയാണ്,
പല മതവിശ്വാസികളുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ, അവർ നമ്മുടെ പല ആഘോഷങ്ങളിലും പങ്കുചേരുമ്പോൾ ആ നിലക്ക് അവരുടെ ആഘോഷങ്ങളെയും താങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് മുസ്ലിം എത്തിപ്പോകുന്നു. ഓണം വരുമ്പോൾ ആ ഓണം ആഘോഷിക്കാൻ ആ മതവിശ്വാസികളെക്കാൾ, അത് ആഘോഷിക്കേണ്ട വിശ്വാസികളെക്കാൾ താല്പര്യം ഇസ്ലാം മതവിശ്വാസികൾക്കാണ്, മുസ്ലിമീങ്ങൾക്കാണ്, അല്ലേ? അതിന് ആശംസകൾ നേരുന്നു, അത്തരം കാർഡുകൾ അയക്കുന്നു, അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യുന്നു, ആ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. അത്തരം ആളുകളുടെ വീടുകളിലേക്ക് പോയി ആ നിലക്കുള്ള ഷിർക്കിൻ്റെ കുഫ്റിൻ്റെ ഭക്ഷണം കഴിക്കുന്നു ആളുകൾ. ഇതൊന്നും എല്ലാ നിലക്കും ആളുകൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നു. ക്രിസ്മസ് വരുമ്പോൾ മുസ്ലിം വീടുകളിൽ സ്റ്റാറുകൾ കാണുകയാണ്, അവിടെയും ആശംസകൾ നേരുകയാണ്. പൂക്കളം വരക്കാനും ക്രിസ്മസുകളുടെ സ്റ്റാറുകൾ വെക്കാനും എല്ലാ നിലക്കും അതിന് ആശംസകൾ നേരാനും ആരാ മുന്നിൽ നിൽക്കുന്നത്? മുസ്ലിമീങ്ങൾ, അല്ലേ? ഒരാശംസ നേരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല, അള്ളാഹുവിന് ഒരിക്കലും പൊരുത്തമില്ലാത്ത, റബ്ബിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു കുഫ്ർ നടക്കുമ്പോൾ, ഒരു ശിർക്ക് നടക്കുമ്പോൾ, മുസ്ലിമേ നീ പറയാ, നിന്റെ ഈ ആഘോഷത്തിന് എൻ്റെ എല്ലാവിധ പിന്തുണയും എൻ്റെ എല്ലാവിധ ആശംസകളും. എന്തായിരിക്കും നിന്നോട് അള്ളാഹുവിൻ്റെ സമീപനം? ഭൂമിയിൽ ഒരു ശിർക്ക് നടക്കുമ്പോൾ, ഭൂമിയിൽ ഒരു കുഫ്ർ നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആ വിഷയത്തോട് റബ്ബിൻ്റെ സമീപനം എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ഷിർക്കിനും കുഫറിനും ഇത്തരം തോന്നിവാസങ്ങൾക്കുമെല്ലാം സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ നാം പിന്തുണക്കുമ്പോൾ നാം അറിയണം, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു ജനതയോട് സാദൃശ്യം കാണിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനും അവരിൽപ്പെട്ടവനാണ് എന്ന ഹബീബായ റസൂലുള്ളാഹിൻ്റെ വാക്ക് നമ്മളൊക്കെ എല്ലാ നിലക്കും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണമെന്നാണ് എനിക്കെൻ്റെ സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ മറുവശം കൂടി ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി ഒരാളെയും നമ്മൾ ആ നിലയ്ക്ക് ശത്രുതയിൽ കാണിക്കാനും പാടില്ല. ഒരാളോടും ഒരു മുസ്ലിമിന് പകയുണ്ടാകാൻ പാടില്ല. എങ്ങനെ പകവെക്കും നമ്മൾ? ഉഹുദിൻ്റെ രണാങ്കണത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയ ആ ഉഹുദ് യുദ്ധം പരാജയത്തിലേക്ക് എത്തി. എന്ത് കാരണത്താൽ? തൊട്ടപ്പുറത്തെ ജബലുർ റുമാത്തിൻ്റെ പിന്നിലൂടെ ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ ആ നിലക്കുള്ള ശത്രുപക്ഷത്തായിരുന്നു ഖാലിദ് ബിൻ വലീദ് നേതൃത്വത്തിൽ വന്നു. മുസ്ലിമീങ്ങൾ അമ്പെയ്ത് കൊന്നു, അല്ലേ? ആ ഖാലിദ് ബിൻ വലീദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് റളിയല്ലാഹു അൻഹും എന്ന് പറയുന്നവരാ, അല്ലേ? നമ്മൾ പറയുന്നു, എന്ത് പിൽക്കാലത്ത് ഖാലിദ് ബിൻ വലീദ് മുസ്ലിമായി. അങ്ങനെ എത്ര ആളുകൾ മുസ്ലിമീങ്ങളായി. അതുകൊണ്ട് വ്യക്തികളോട് നമ്മൾക്ക് വിദ്വേഷമില്ല, എന്നാൽ മതവും തമ്മിൽ ഒരു സൗഹാർദ്ദവുമില്ല, മതസൗഹാർദ്ദമില്ല, മനുഷ്യ സൗഹാർദ്ദം മാത്രമേ പ്രിയപ്പെട്ടവരെ അത് ഭൂമിയിൽ കൊണ്ടു നടക്കാൻ കഴിയുകയുള്ളൂ. മതങ്ങളെ തമ്മിൽ സൗഹാർദ്ദത്തിലാക്കാൻ കഴിയില്ല. അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം മാത്രമാണ്. അന്തസ്സായിട്ട് ആളുകളോട് പറയാനും കഴിയണം, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയണം. നമ്മൾ എന്തിനാ മറ്റുള്ള മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളിൽ നമ്മൾ ആശംസകൾ നേരുന്നത്? നമ്മൾ എന്തിനാ അതിൽ സഹായിക്കുന്നത്? എൻ്റെ മതത്തിന്, നമ്മുടെ ദീനിന് എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിലല്ലേ അത് ചെയ്യേണ്ടതുള്ളൂ. ഇത് തികഞ്ഞ മതമാ, ഒന്നും വിട്ടുപോയിട്ടില്ല, ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യങ്ങളുമില്ല, എല്ലാം സമ്പൂർണ്ണമാണ്. അള്ളാഹുവിൻ്റെ മതമാണ് ഇസ്ലാം എന്ന ബോധം സഹോദരന്മാരെ നാം എത്തിക്കണം. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്നത്. ആ നിലക്ക് സത്യം തുറന്നു പറഞ്ഞു, പറയേണ്ടത് തുറന്നു പറഞ്ഞു. ഇബ്രാഹിം നബിയെ തീവ്രവാദിയായിട്ടല്ല അള്ളാഹിൻ്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇബ്രാഹിം നബിയെ ഒരു വലിയ എന്തോ പ്രയാസങ്ങളും കുഴപ്പങ്ങളും ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനായിട്ടല്ല അള്ളാഹ് പറയുന്നത്. തൻ്റെ ജനതയോട് ഞങ്ങളും നിങ്ങളും തമ്മിൽ വ്യക്തമായ ശത്രുക്കളാണ്, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് വരെ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയെക്കുറിച്ച് അള്ളാഹ് പറയുന്നത് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, അള്ളാഹിൻ്റെ ഉറ്റ ചങ്ങാതി എന്ന അള്ളാഹ് പറയുന്നത്. നമ്മളാ ആളുകളോട് പറയുന്നത്, ഇതാ ഈ മനുഷ്യൻ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്, ഇവൻ തീവ്രവാദിയായി പോയിട്ടുണ്ട്, അങ്ങനെയൊന്നും വേണ്ട, ഇങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്ന സഹോദരന്മാരെ, നമ്മുടെ ദൗർബല്യങ്ങളാണ്, ഈമാനിൻ്റെ കുറവാണ് എന്ന് നാം പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു നിലക്കും മറ്റുള്ള മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളും ആചാരങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല, അല്ലേ? നമ്മുടെയൊക്കെ നാടുകളിൽ എഴുത്തിനിരുത്തുന്നു,
നമ്മുടെ മക്കൾ, മുസ്ലിം വീടുകളിലെ കുട്ടികളെ എഴുത്തിനിരുത്തുന്നു. ഇന്നത് മുസ്ലിം പൂജാരിമാർ തന്നെ ആ പേരുകളിൽ തന്നെ തുടങ്ങിക്കഴിയുകയും ചെയ്തു, അല്ലേ? അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പള്ളികളിൽ പോലും സ്വാമിമാരെ കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല, ദീനിൻ്റെ സന്ദേശങ്ങൾ മിമ്പറിൽ നിന്ന് സ്വാമിമാരെ കേൾപ്പിക്കാൻ വേണ്ടിയുമല്ല, പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിമ്പറുകൾ പോലും സ്വാമിമാർക്ക് പ്രസംഗത്തിന് ഉപയോഗിക്കാൻ കൊടുത്ത്, എന്നിട്ട് എല്ലാ മതങ്ങളെക്കുറിച്ച് പഠിക്കാനും അതൊക്കെ പിൻപറ്റാൻ പോലും ആഹ്വാനങ്ങൾ നൽകുകയാണ് അള്ളാഹുവിൻ്റെ പള്ളികളുടെ മിമ്പർ ഇത്തരം ആളുകൾക്ക് നൽകിക്കൊണ്ട്, അല്ലേ? അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ടും വരുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അങ്ങോട്ടും കൊടുക്കുന്നു. സഹോദരന്മാരെ, ഈ നിലക്ക് ഇസ്ലാമിനെ നാം മോശമാക്കി ചിത്രീകരിക്കാൻ നമ്മുടെ സഹായങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ആളുകളെ ബോധ്യപ്പെടുത്തുക, വിദ്വേഷത്തോടു കൂടിയല്ല, അറിവില്ലാത്തത് കൊണ്ടാണ് ആളുകളൊക്കെ ചെയ്യുന്നത്. അറിവില്ലായ്മ കൊണ്ട് ആളുകൾ ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് എത്തുന്നത്, വിശിഷ്യ ഷിർക്കിനെ സഹായിക്കുന്ന പ്രവർത്തനത്തിലേക്ക് പോലും എത്തുന്നത്. ഇതൊക്കെ അറിയുന്ന നാം, ഇതൊക്കെ തെറ്റാണെന്നറിയുന്ന നാം അവിടെ കൈപിടിക്കാതെ പോയാൽ അള്ളാഹുവിൻ്റെ പരലോകത്ത് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ബോധം നമ്മൾക്കുണ്ടാകണം. അതേപോലെ തന്നെ അവസാനിക്കുന്നില്ല, ചരിത്രം തുടരുന്നു. സഹോദരന്മാരെ, എല്ലാ നിലക്കും ഷിർക്കിനെതിരെ എല്ലാ നിലക്കുള്ള പ്രവർത്തനങ്ങളുമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും തൻ്റെ ആളുകൾ മുന്നോട്ട് പോവുകയാണ്. അവരൊക്കെ, നാട്ടുകാരൊക്കെ ആഘോഷത്തിന് വേണ്ടി പോയപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവരാരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളിൽ വലുതിനെ മാത്രം ബാക്കിയാക്കി മറ്റെല്ലാത്തിനെയും വെട്ടിനുറുക്കുന്നു. ആളുകൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങി, ആരിത് ചെയ്യുന്നു? അവരുടെയൊക്കെ വാക്ക് ഒരാളിൽ സമ്മേളിക്കുന്നു. ഈ നാട്ടിൽ ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, അവൻ്റെ പേര് യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവാണ്, അവനായിരിക്കും ഇതൊക്കെ ചെയ്തത് എന്ന്, അല്ലേ? അതവർ ഉറപ്പിക്കുകയാണ്. ആ നിലയ്ക്ക് ഇബ്രാഹിം നബിക്ക് നൽകേണ്ട ശിക്ഷ നാട്ടിലെ രാജാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വലിയ അഗ്നികുണ്ഡാരമുണ്ടാക്കുന്നു. അതിൽ ആ അഗ്നികുണ്ഡാരത്തിൽ പല ആളുകളും നേർച്ചയാക്കുകയാണ് വിറകുകൾ, എണ്ണകൾ. തൻ്റെ കുട്ടിക്ക് ഒരു അസുഖം ബാധിക്കുമ്പോൾ ആ ഉമ്മ നേർച്ചയാക്കുന്നു, ഈ അസുഖം മാറിയാൽ ഇബ്രാഹിം നബിയെ കത്തിക്കാനുള്ള ആ തീയിലേക്ക് എൻ്റെ വകയായിട്ട് ഇത്ര എണ്ണ, എൻ്റെ വകയായിട്ട് ഇത്ര വിറകുകൾ, അല്ലേ? പലരും നേർച്ചയാക്കുന്നു. ദിവസങ്ങൾക്ക് മുമ്പേ ആ തീ കത്തിക്കാൻ തുടങ്ങി. അതിന് മുകളിലൂടെ ഒരു പക്ഷി പറന്നു പോകുമ്പോൾ അതിലേക്ക് ആ ചൂടിൻ്റെ ഏറ്റവും നല്ല ആ ചൂടിൻ്റെ വലിപ്പം കാരണത്താൽ ആ പക്ഷിക്കുഞ്ഞ് വെന്തുരുകി താഴേക്ക് വീഴുകയാണ്. ആ നിലയ്ക്ക് ചൂടായി അതിലേക്കാണ് പച്ചയോടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിച്ചെറിയുന്നത്. ആ സമയത്തും തൗഹീദിൻ്റെ മാർഗത്തിൽ ഈ ഒരു പ്രയാസങ്ങൾ, ഈ ഒരു ഏറ്റവും മാരകമായ നിലക്കുള്ള ഒരു പരീക്ഷണം ജീവനോടെ പച്ചയായ നിലക്ക് ഒരു അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഇത് പറയാനേ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കഴിയൂ, ഇത് കേൾക്കാനേ നമ്മൾക്ക് കഴിയൂ. സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുകയാണ് ആ പരീക്ഷണം. പതറിയിട്ടില്ല, ആരോടും പോയി എന്നിൽ വന്ന അബദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാൻ്റെ മാർഗത്തിലല്ലേ സഹിക്കുകയാണ്. അതാ പരീക്ഷണങ്ങളിൽ മുഴുവനും വിജയിച്ചു എന്ന് ഇബ്രാഹിം നബിയെക്കുറിച്ച് പറയുന്നത്. ആ തീയിലേക്ക് വീണപ്പോൾ അള്ളാഹു തആല ആ തീയോട് പറയുന്നു, തീയെ നീ ഇബ്രാഹീമിന് തണുപ്പുമാകണം, ബർദൻ വസലാമ, തണുപ്പുമാകണം, അതേപോലെ തന്നെ സമാധാനവും സലാമുമാകണം. മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു, തീയോട് തണുപ്പ് മാത്രമാകാനാണ് അള്ള പറഞ്ഞിരുന്നതെങ്കിൽ ആ തണുപ്പ് കൊണ്ടും ഇബ്രാഹിം നബി മരിച്ചു പോയേനെ. പക്ഷേ അള്ള പറഞ്ഞത് തണുപ്പും ഇബ്രാഹിം നബിക്കൊരു ശാന്തതയും സമാധാനവും ആ തണുപ്പിലൂടെ ലഭിക്കണം. അതുകൊണ്ട് ആ നിലക്ക് അള്ളാഹു തആല വാക്കുകൾ പ്രയോഗിച്ചത്, അല്ലേ? അള്ളാഹുവിൻ്റെ ആ ഒരു പരീക്ഷണം, നാട്ടുകാരുണ്ടാക്കിയ ഈ ഒരു മാരകമായ ശിക്ഷയിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെടുന്നു. എന്താ സഹോദരന്മാരെ നാം പഠിക്കേണ്ട പാഠം? നാം എന്തുൾക്കൊള്ളണം? ജീവിതത്തിൽ എവിടെയെങ്കിലും ഈ ഒരു നിലക്കുള്ള ഈ ഒരു ത്യാഗം നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകുമോ? ആർക്കെങ്കിലും ഈ നിലക്ക് പറയാനുണ്ടാകുമോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, റബ്ബിൻ്റെ മാർഗത്തിൽ എല്ലാ നിലക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ എത്ര ത്യാഗങ്ങൾ നമ്മളൊക്കെ സഹിക്കാറുണ്ട്. നമ്മൾക്കെന്തേ പരീക്ഷണങ്ങൾ വരാത്തത്? എന്തേ നമ്മളിതിന് കിട്ടാത്തത്? ദഅവാ രംഗത്ത് നമ്മൾ ഇറങ്ങിത്തിരിച്ചിട്ടില്ല.
ആളുകളോട് മണിക്കൂറുകളോളം സ്പോർട്സിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നു അല്ലേ? സൗദി അറേബ്യയിൽ അതല്ല, ലോകത്തിൻ്റെ എവിടെയെങ്കിലും ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മണിക്കൂറുകളോളം അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്നു, പഠിക്കുന്നു, ആളുകൾക്കത് എത്തിക്കുന്നു. എന്താ അള്ളാഹിനെക്കുറിച്ച് ഒരാളോട് പറയാൻ നമുക്ക് കഴിയാത്തത്? ആരോടും സംസാരിക്കുന്നില്ല, അതിൻ്റെ പേരിൽ ത്യാഗങ്ങളും സഹിക്കാൻ നമ്മൾ തയ്യാറില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാൻ, ഖുർആനിലെ 3-ാമത്തെ അധ്യായം, അതിൻ്റെ 186-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയുന്നു, ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ധനത്തിൽ, ശരീരങ്ങളിൽ അല്ലാഹ് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ പരീക്ഷണം ഒരുപക്ഷെ നമുക്ക് വന്നു എന്ന് നാം പറയാറുണ്ട്. എന്നാൽ മറ്റൊരു പരീക്ഷണത്തെക്കുറിച്ച് അല്ലാഹ് പറയുന്നു, വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. എന്നാൽ വലതസ്മഉന്ന, നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും, മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, മുൻപ് കാലത്ത് വേദങ്ങൾ നൽകപ്പെട്ട ജൂതരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും നിങ്ങൾ കേൾക്കും. അവസാനിക്കുന്നില്ല, വമിനല്ലദീന അശ്റകൂ, ഷിർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നും നിങ്ങൾ കേൾക്കും. എന്ത്? അദൻ കസീറ, ധാരാളം ഉപദ്രവങ്ങൾ. ഈ ഒരു പരീക്ഷണം നമ്മൾക്ക് വന്നോ സഹോദര സഹോദരി? എന്തുകൊണ്ട് ജൂതരിൽ നിന്ന്, ക്രിസ്ത്യാനികളിൽ നിന്ന്, ഷിർക്കിൻ്റെ ആളുകളിൽ നിന്ന് ഒരു പരീക്ഷണം നമ്മൾക്ക് വരുന്നില്ല, പ്രയാസങ്ങൾ വരുന്നില്ല? ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല ദഅവത്തുമായിട്ട്. തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബിയുടെ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് നാമും ബലിപെരുന്നാൾ ആഘോഷിച്ചില്ലേ എത്രയോ കാലം? ജീവിതത്തിൽ എവിടെയെങ്കിലും ആ പരീക്ഷണത്തിൻ്റെ 100-1 അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം, ദീനിൻ്റെ സന്ദേശം തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ കൈപിടിക്കാൻ പോലും നമ്മൾ തയ്യാറായിട്ടില്ല. മനസ്സുകൊണ്ട് പോലും വെറുക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. എവിടെ തയ്യാറാകുന്നു? ഷിർക്കിൻ്റെ ആഘോഷങ്ങളിൽ 1-ാമത്തെ സഫിൽ നമ്മളാ. കുഫറിൻ്റെ ആചാരങ്ങളിൽ നമ്മൾ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അല്ലേ? വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. ധാരാളമായിട്ട് ഉപദ്രവങ്ങൾ നിങ്ങൾ സഹിക്കേണ്ടി വരും. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സഹിച്ചു. അതുവരെ അൽ അമീൻ എന്ന് പറഞ്ഞ ആളുകൾ 40 കൊല്ലത്തോളം വിശ്വാസിയാണെന്ന്, ഞങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തതയുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞ, അങ്ങനെ പറയപ്പെട്ട മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനങ്ങ് പറയാൻ തുടങ്ങിയപ്പോൾ അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, നേർച്ചകളും വഴിപാടുകളും എല്ലാം അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, സത്യം റബ്ബിൻ്റെ പേരിലേ ചെയ്യാൻ പാടുള്ളൂ എന്നങ്ങ് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ഷായിറായി, അള്ളാഹിൻ്റെ റസൂൽ സാഹിറായി, അള്ളാഹിൻ്റെ റസൂൽ കാദിബായി, കദ്ദാബായി അല്ലേ? കള്ളനെന്ന് വിളിച്ചു. അതേപോലെ തന്നെ കുടുംബം ഭിന്നിപ്പിക്കുന്നവനെന്ന് വിളിച്ചു, നാട്ടിലെ കുഴപ്പക്കാരനെന്ന് വിളിച്ചു, ഇവൻ സാഹിറെന്ന് വിളിച്ചു. എന്താ വിളിക്കാത്തത്? ഭക്ഷണം പോലും നൽകാതെ ബഹിഷ്കരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുയായികളെയും അല്ലേ? ഇലകൾ തിന്നേണ്ടി വരികയാ, പച്ചിലകൾ തിന്നേണ്ടി വരികയാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊന്നും നാട്ടിലെ ആരുടെയെങ്കിലും മോഷ്ടിച്ചത് കൊണ്ടോ വ്യഭിചരിച്ചത് കൊണ്ടോ എന്തെങ്കിലും തോന്നിവാസങ്ങൾ ചെയ്തോ എന്നതുകൊണ്ടല്ല. അള്ളാഹുവാണ് സത്യം, റബ്ബിൻ്റെ ദീനാണ് സത്യം, ആ റബ്ബിലാണ് നിങ്ങളൊക്കെ വിശ്വസിക്കേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. വസ്സമാഇ ദാത്തിൽ ബുറൂജ് واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. ഓതാറില്ലേ നമ്മൾ? എന്താ ആയത്തുകളിലൂടെ പറയുന്നത്? അള്ളാഹ് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഒരു ജനവിഭാഗത്തിൻ്റെ തോന്നിവാസങ്ങളെ കൊണ്ട്. ആ ജനവിഭാഗം ഒന്നാമത് ചെയ്ത തോന്നിവാസം അവർ കുഫിരിയത്തിലായി എന്ന് തന്നെയാണ്. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരു ജനത. രണ്ടാമതോ, വിശ്വസിച്ച ജനവിഭാഗത്തെ ആ നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ വഴിയോരങ്ങളിൽ വലിയ കിടങ്ങുകളുണ്ടാക്കി മുഅ്മിനീങ്ങളെയൊക്കെ ആ കിടങ്ങിലേക്ക് വലിച്ചെറിഞ്ഞ രണ്ടാമത്തെ ക്രൂര തെറ്റുകൾ ചെയ്ത ജനത. മൂന്നാമതോ,
ഇത് ചെയ്യുമ്പോൾ ആ ജനത തങ്ങളുടെ കണ്ണിനെ കൊണ്ട് കാണാൻ വേണ്ടി ആ കിടങ്ങിൻ്റെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുകയാ. വലിയ കിടങ്ങുകൾ ഉണ്ടാക്കി അതിൽ തീ നിറച്ച് അതിലേക്ക് വലിച്ചെറിയുമ്പോൾ അതിലേക്ക് വലിച്ചെറിയുമ്പോൾ ആ ജീവൻ പിടയുന്നത് കാണുമ്പോൾ അതിൽ ആസ്വദിച്ച ഒരു ജനത. മൂന്നാമത്തെ തെറ്റ്, നാലാമത്തെ തെറ്റ് അല്ലാഹ് പറയുന്നു, വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അല്ലേ, എന്തിൻ്റെ പേരിലാ ആ ജനവിഭാഗത്തെ കിടങ്ങിലേക്ക് അവർ വലിച്ചെറിഞ്ഞത്? ഒരു മനുഷ്യരെ പോലും ബാക്കി വെക്കാതെ മുഅ്മിനീങ്ങളെ മുഴുവനും കിടങ്ങുകൾ കീറി അതിൽ തീ നിറച്ച് അതിലേക്ക് വലിച്ചെറിയാൻ അവർ പറഞ്ഞ കാരണം ഇല്ല അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, പ്രതാപശാലിയായ സ്തുതിക്കർഹനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരു തെറ്റു മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ആ നാട്ടുകാരുടെ കണ്ണിൽ പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, എന്തനുഭവിച്ചു നമ്മളെന്ന് ആണും പെണ്ണും ചിന്തിക്കണം. അള്ളാഹിൻ്റെ ദീനിൻ്റെ പേരിൽ ഈ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മളും ഓതുന്നു. അള്ളാഹുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഓരോരുത്തരെയും വിളിച്ചു വരുത്തി കിടങ്ങുകൾ കുഴിച്ച് അതിലേക്ക് വലിച്ചെറിയുന്നു. ഒന്നുകിൽ വിശ്വാസത്തിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ തീയിലേക്ക് വലിച്ചെറിയുന്നു. അടിപതറാതെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ആ ജനത ആ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടില്ലേ സഹോദരങ്ങളെ? അള്ളാഹിൻ്റെ റസൂൽ ഇന്ന് ഹാജിമാരതാ നമ്മളും ഉംറയ്ക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുന്ന സമയങ്ങളിൽ കഅബാലയത്തിൻ്റെ സമീപത്ത് സുരക്ഷിതമായിക്കൊണ്ട് ഹാജിമാർക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കഅബ നമ്മളോട് പറയുന്നു, എൻ്റെ സമീപത്ത് നിങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഖുറൈശികൾ കല്ല് കൊണ്ടുവന്ന് ആ കല്ലിനെ കൊണ്ട് നെറ്റിയിലും മൂക്കിലും കുത്തി പരിക്കേൽപ്പിച്ച് ശറഫാക്കപ്പെട്ട മുഖത്ത് നിന്ന് രക്തം താഴേക്ക് ധാരധാരയായി ഒഴുകി വരുന്ന ഒരു രംഗം ആ കഅബാലയത്തിന് നമ്മളോട് പറയാനുണ്ട്. അല്ലേ, ത്വായിഫിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ഇഹ്റാം ചെയ്യുമ്പോൾ ത്വായിഫിൻ്റെ മലമടക്കുകൾ നമ്മളോട് കഥ പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളുടെ നേതാവ്, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലുകളെ കൊണ്ട് എറിഞ്ഞാട്ടിയ ഒരു പ്രദേശമാണിത് എന്ന് നമ്മൾ ഓർക്കാറുണ്ടോ സഹോദരങ്ങളെ? എന്തിനാ ഓർക്കുന്നത്? ജീവിതത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി റബ്ബിൻ്റെ തൗഹീദിൻ്റെ പേരിൽ ഒരു ചെറിയൊരു പ്രയാസം പോലും നമ്മൾ സഹിക്കാൻ ആരും തയ്യാറില്ല. പോകട്ടെ, ദീന് പഠിക്കാൻ നമ്മൾ തയ്യാറില്ല. ആഴ്ചയിൽ ഒരു മണിക്കൂർ അള്ളാഹിൻ്റെ ദീന് പഠിക്കാൻ നമ്മൾക്ക് ആർക്കും സമയം ലഭിക്കുന്നില്ല, തയ്യാറാകുന്നില്ല. അല്ലേ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിച്ച പരീക്ഷണങ്ങൾ, പ്രവാചകന്മാർ അനുഭവിച്ച പരീക്ഷണങ്ങൾ, റസൂലുള്ളാഹി പറയുന്നു, അഷദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ സുമ്മൽ അംസൽ സുമ്മൽ അംസൽ. ഏറ്റവും കൂടുതൽ കഠിനമായ പരീക്ഷണം അനുഭവിച്ചത് അള്ളാഹിൻ്റെ അംബിയാക്കളാ. പിന്നെ അതിനോട് തുടർന്ന് വരുന്ന അതിനോട് അടുത്ത ആളുകൾ. പ്രയാസങ്ങൾ വരുമ്പോൾ ദഅവാരംഗത്ത് നിന്ന് മാറി നിൽക്കുകയല്ല ആളുകൾ വേണ്ടത്. ആളുകൾ ബഹിഷ്കരിക്കും, ആളുകൾ പല നിലക്കും മഹല്ലുകളിൽ നിന്ന് പുറത്താക്കും. നിന്റെ മയ്യത്ത് ഈ ഖബർസ്ഥാനിൽ വെക്കില്ലെന്ന് പോലും പറയും. പതറാൻ പാടില്ല. മോളെ കല്യാണം ബഹിഷ്കരിക്കുമെന്ന് പറയുമ്പോൾ ദഅവാരംഗത്ത് നമ്മൾ പിന്നോട്ടേക്ക് അടിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് മാറുന്നു, കുഫ്രിയത്തിലേക്ക് നമ്മൾ എത്തുന്നു. അല്ലേ, നിന്റെ മയ്യത്ത് ഈ ഖബർസ്ഥാനിൽ വെക്കില്ലെന്ന് പറയുമ്പോൾ ആളുകൾ പേടിക്കുന്നു. എന്തിനാ പേടിക്കുന്നത്? നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു. ആ മയ്യത്തിനെ, അതാരാകട്ടെ, ആ മയ്യത്തിനെ ഖബറിലേക്ക് വെക്കേണ്ടത് ആ സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. നമ്മൾക്കതിലൊരു കുഴപ്പമില്ല. അല്ലേ, പേടിക്കാൻ പാടുണ്ടോ പ്രിയപ്പെട്ടവരെ? എനിക്ക് എൻ്റെ അള്ളയാണ് വലുത്, എൻ്റെ അള്ളയാണ് എനിക്ക് വലുത്. എൻ്റെ നാട്ടുകാരെന്നെ വെറുത്താലും എൻ്റെ നാട്ടുകാരെ നരകത്തിലേക്ക് പോകാൻ പാടില്ലെന്ന നിലക്ക് ഈ ദഅവത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം, തൗഹീദിൻ്റെ സന്ദേശം നാം ആളുകളിലേക്ക് എത്തിക്കണം. തോന്നിവാസങ്ങൾ കാണുമ്പോൾ, ഷിർക്ക് കാണുമ്പോൾ, കുഫർ കാണുമ്പോൾ, തെറ്റുകൾ കുടുംബത്തിലും നാട്ടിലും കാണുമ്പോൾ അതൊക്കെ അവരല്ലേ, ഇതൊക്കെ ഇവരല്ലേ എന്ന് വിചാരിച്ച് അക്രമിയുടെ കൈപിടിക്കാതിരുന്നാൽ അല്ലാഹ് പറയുന്നു, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്വ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ആളുകൾ തെറ്റുകൾ ചെയ്യുമ്പോൾ കൈപിടിക്കാതിരുന്നാൽ വത്തഖൂ ഫിത്ന, കുഴപ്പങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്വ. അല്ലേ, തോന്നിവാസങ്ങൾ കൂടുമ്പോൾ, ഷിർക്കും കുഫറുമൊക്കെ കൂടുമ്പോൾ അതൊക്കെ തടുക്കാതിരുന്നാൽ നിങ്ങൾ വിചാരിക്കേണ്ട അതൊക്കെ ചെയ്യുന്ന ആളുകളെ മാത്രം അള്ളാഹിൻ്റെ ശിക്ഷ പിടികൂടുക എന്ന്. അല്ല, എല്ലാവരെയും മൊത്തത്തിലാണ് അള്ളാഹിൻ്റെ ശിക്ഷ വരിക. ആളുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം പ്രതികരിക്കണം. എന്തും
എല്ലാ നിലക്കും ഷിർക്കും കുഫറും തോന്നിവാസങ്ങളൊക്കെ നമ്മുടെയൊക്കെ നാടുകളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അറിവുള്ളവർ പോലും ഈ നിലക്ക് ആളുകളുടെ ഇത്തരം ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പലതിൻ്റെയും പേരിൽ, ഖബറിൻ്റെ പേരിൽ, അതേപോലത്തെ ബിംബങ്ങളുടെ പേരിൽ, ആഘോഷങ്ങളുടെ പേരിൽ, ഇസ്ലാമിലെ മന്ത്രങ്ങളുടെ പേരിൽ പോലും ആളുകൾ ഷിർക്കിലേക്ക് എത്തുന്നു. സ്വലാത്തിൻ്റെ പേരിലെത്തി, ദിക്റുകളുടെ പേരിലെത്തി, അല്ലേ? ഇസ്ലാം പഠിപ്പിച്ചതിൽ നിന്നൊക്കെ മാറി ആളുകൾക്ക് താല്പര്യം ഷെയ്ത്താൻ പഠിപ്പിച്ച മേഖലയിലേക്ക് എത്തിപ്പോകാനാണ്, ഷെയ്ത്താനിൻ്റെ ഭാഗത്തേക്ക് എത്തിപ്പോകാനാണ്. അതിൽ എല്ലാം കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മാറി നിൽക്കണം എന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആളുകൾക്ക് നാം എല്ലാ നിലക്കും സത്യസന്ദേശം എത്തിക്കുക നമ്മുടെ നിർബന്ധ ബാധ്യതയായിട്ട് നാം അറിയേണ്ടതുണ്ട്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ വീണ്ടും നമ്മൾക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ, പരീക്ഷണങ്ങൾ ഒന്നൊന്നായി വരികയാണ്. എത്രയോ കാലം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു ഒരു കുഞ്ഞിനെ നൽകാൻ, അല്ലേ? നാഥാ, പിൻഗാമിയായിട്ട് ഒരു സ്വാലിഹായ മോനെ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹ് നൽകി. കുറേ കാലങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഫബശർനാഹു ബിഗുലാമിൻ ഹലീം, ഖുർആൻ അങ്ങനെയാണ് പ്രയോഗിച്ചത്. അള്ളാഹ് സന്തോഷ വാർത്ത അറിയിച്ചു ഒരു ഹലീമായ വിവേകിയായ ഒരു കുഞ്ഞിനെക്കുറിച്ച്. ആ കുഞ്ഞിനെക്കുറിച്ച് അള്ളാഹ് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ആ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ നിലക്കും ഇബ്രാഹിം നബി ഓരോന്നിലും വിജയിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച ആ കുഞ്ഞിനെയും കൊണ്ട്, തൻ്റെ ഭാര്യയെയും കൊണ്ട് മക്കയിലേക്ക് യാത്രയാവുകയാണ്. മക്കയിലേക്ക് എത്തി കഅബാലയത്തിൻ്റെ സമീപത്ത് അവരെ താമസിപ്പിക്കുന്നു. എന്നിട്ട് പോവുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നു, ഇബ്രാഹിം, ഇവരെ ഇവിടെ വിട്ടുകൊണ്ട് നീ പോകണം. ഇബ്രാഹിം നബി യാത്രയാകാൻ തുടങ്ങി. ഇബ്രാഹിം നബി പോകുമ്പോൾ ഹജറ ബീവി ചോദിക്കുന്നുണ്ട്, ഈ ആളില്ലാത്ത, വെള്ളമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, ഒന്നുപോലുമില്ല, തണൽ പോലുമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ആരിലാണ് നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നത്? 3 വട്ടം ഇബ്രാഹിം നബിയെ ഹാജറ ബീവി വിളിച്ചു, അല്ലേ? ഇബ്രാഹിം നബി ഒരു മറുപടിയും നൽകിയിട്ടില്ല. 4ാമത് ചോദിക്കുന്നു, അല്ലാഹ് ആമുറക ബിഹാദ, ഇബ്രാഹിം, അല്ലാഹ് പറഞ്ഞിട്ടാണോ പോകുന്നത്? ആ നേരത്ത് ഇബ്രാഹിം നബിയുടെ മറുപടി, അതെ, നഅം, അല്ലാഹ് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ആ സമയത്ത് ഹാജറ ബീവിയുടെ മറുപടി, എൻ്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങളും കുറിച്ചു വെക്കേണ്ടതുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടിയാ, റബ്ബിന് വേണ്ടിയാ ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ ഹാജറ ബീവിയുടെ മറുപടി, ഒരു ഭാര്യയുടെ മറുപടി എന്താ? എങ്കിൽ ഫദ്ഹബ്, നിങ്ങൾ പോയിക്കോ, ഇദൻ ഫഇന്നല്ലാഹ ലൻ യുളയ്യഅന, നിങ്ങൾ പോയിക്കോ ഭർത്താവേ, എങ്കിൽ അള്ളാഹ് ഞങ്ങളെ പാഴാക്കൂല. അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ പോകുന്നത്? എവിടെ വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോ, റബ്ബിന് വേണ്ടി. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് റബ്ബിന് വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ഹാജറ ബീവിയുടെ മനസ്സിൽ തവക്കുലിൻ്റെ അങ്ങേയറ്റം ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്, അല്ലേ? പോയിക്കോ, അള്ളാഹ് ഞങ്ങളെ എവിടെയും പാഴാക്കില്ല. എന്താ സഹോദരന്മാരെ, പല ആളുകളെയും ദീനിൽ കാണാത്തത്, പ്രവർത്തനങ്ങളിൽ കാണാത്തത്, മുസ്ലിമാണെന്ന് പറയുന്നു, 5 നേരം അവന് നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, സ്വതക്ക ചെയ്യുന്നു, പക്ഷേ അവൻ സ്വർഗീയ ലോകത്തേക്ക് എത്താനുള്ള ആദർശം പലരുടെയും ത്യാഗങ്ങൾ കൊണ്ട് അവനിലേക്ക് എത്തിയത്. ഈ ത്യാഗം, ഈ സന്ദേശം മറ്റൊരാളിലേക്ക് കൈമാറാൻ എന്തുകൊണ്ട് ഇവനെ കിട്ടുന്നില്ല? പറയുന്ന മറുപടി, ഖുർആൻ ക്ലാസ്സിന് വരാത്തത്, പഠന ക്ലാസ്സുകൾക്ക് വരാത്തത്, ദഅവാ സ്ക്വാഡിന് എത്താത്തത്, ഒരു CD പോലും വീട്ടിലേക്ക് കൊണ്ടുപോകാത്തത്, അതൊന്നും ഭാര്യയ്ക്കിഷ്ടമില്ല, അല്ലേ? ഭാര്യയ്ക്കിഷ്ടമില്ല, മക്കൾക്കിഷ്ടമില്ല. ആ ഭാര്യയ്ക്ക് വേണ്ടി ആദർശത്തെ ഉപേക്ഷിക്കുന്ന ഭർത്താക്കന്മാർ, ദഅവാ രംഗത്ത് നിന്ന് ഭർത്താക്കന്മാരെ തടയുന്ന ഭാര്യമാർ. അബൂലഹബിൻ്റെ ഭാര്യ, അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഅവത്തിൽ നിന്ന് എങ്ങനെ തടഞ്ഞുവോ, ആ തടയുന്ന പണിയ സ്വന്തം ഭർത്താവിനെയാകട്ടെ ആരെയാകട്ടെ ദഅവാ രംഗത്ത് നിന്ന് തടയുന്ന ഒരു പെണ്ണ് ചെയ്യുന്നത് എന്ന ബോധം സഹോദരിമാർക്കും ഉണ്ടാകണം. ഇബ്രാഹിം നബിയുടെ ഭാര്യ, ആ ഭാര്യയിൽ, ഹാജറ ബീവിയിൽ, അതാണ് നമ്മൾക്ക് മാതൃക. അള്ളാഹ്ക്ക് വേണ്ടിയാണോ അവർ ചെയ്യട്ടെ. സഹോദരിമാരെ ശ്രദ്ധിക്കണം, ഭർത്താക്കന്മാർക്ക് പ്രോത്സാഹനം നൽകണം, ആദർശത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യണം, അപ്പോഴേ ഞങ്ങൾക്കും അതിൻ്റെ കൂലി കിട്ടുകയുള്ളൂ. അത്തരം ആളുകളായിട്ട് ഹാജറ ബീവിമാരാകാനാ സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസിനികൾക്ക് മാതൃകയായിക്കൊണ്ട്.
അല്ലേ? ഇബ്രാഹിം നബി പോകുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറ ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബന ലിയുഖീമുസ് സ്വലാ ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. അല്ലാഹുവേ, ഇതാ എൻ്റെ കുടുംബത്തെ, എൻ്റെ സന്താനങ്ങളെ ഞാനിതാ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നു, താമസിപ്പിച്ചിരിക്കുന്നു. ബിവാദിൻ, ഒരു താഴ്വരയിൽ. ഇവിടെ കൃഷിയില്ല, ഒന്നുമില്ല, പക്ഷെ നിൻ്റെ വീടിൻ്റെ സമീപത്താണ് ഞാനിവരെ താമസിപ്പിച്ചത്. അള്ളാഹുവേ, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടി. എന്നിട്ട് അള്ളാഹിനോട് പറയുന്നു, ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി, ജനങ്ങളിൽ നിന്ന് ഒരു വിഭാഗത്തിൻ്റെ ഹൃദയത്തെ നീ ആക്കണം റഹ്മാനെ. തഹ്വി ഇലൈഹിം, അവരോട് ഒരു വല്ലാത്ത ഇച്ഛ, ഒരാഗ്രഹം അവരിലേക്ക് നീ ഉണ്ടാക്കണേ. വർസുഖ്ഹും മിനസ് സമറാത്ത്, നിന്റെ ഫലവർഗ്ഗങ്ങളിൽ നിന്ന് അവർക്ക് നീ ഭക്ഷണമായി റിസ്ഖായി നൽകണം. ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദിയുള്ളവരായേക്കാം. ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരിങ്ങൾ പറയുന്നില്ലേ, അവരിലേക്ക്, ആ ഹാജറ ബീവിയിലേക്ക്, തൻ്റെ കുഞ്ഞിലേക്ക്, ഇസ്മായിലിലേക്ക് ആളുകളുടെ ഹൃദയത്തെ ഒരാകർഷണമുണ്ടാക്കണം, അല്ലേ? ആ സ്ഥലത്തോടും ആ വ്യക്തികളോടും അതിൻ്റെ എല്ലാ നിലക്കുള്ള സ്മരണങ്ങൾ അയവിറക്കിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, എല്ലാ നിലക്കും എല്ലാ വർഷങ്ങളും അവിടേക്ക് നമ്മൾ എത്താൻ ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക. ഒരു വട്ടം ഉംറ ചെയ്ത ഒരു മനുഷ്യൻ, ഒരു വട്ടം ഉംറയ്ക്ക് പോയ ഒരു മനുഷ്യൻ, അതല്ലെങ്കിൽ ഒരു വട്ടം ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യൻ എല്ലാ നിലക്കും ത്യാഗങ്ങൾ സഹിച്ച് ചെയ്യുമ്പോൾ ആരും വിചാരിക്കുന്നില്ല ഇനി ഇങ്ങോട്ടേക്ക് വരാൻ ഒരിക്കലും ഞാൻ തീരുമാനിക്കുന്നില്ല എന്ന്. മറിച്ചോ, ഹജ്ജ് കഴിഞ്ഞ് എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ഹജ്ജ് നിർവഹിച്ച പ്രായമെത്തിയ ഒരാളും പറയുന്നു, നമ്മുടെയൊക്കെ നാടുകളിലേക്ക് എത്തിയാൽ എങ്ങനെയെങ്കിലും ഒന്നുകൂടി അങ്ങോട്ടേക്ക് എത്തണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണത്. ആളുകളുടെ മനസ്സിൽ അതിനോടൊരു ഇമ്പമുണ്ടാക്കണം, ഒരാകർഷകത്വം ഉണ്ടാക്കണം. ആളുകൾക്ക് അതുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് മുഫസ്സിരിങ്ങൾ അത് വിശദീകരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നിലക്ക് ആ പരീക്ഷണത്തിലും ഇബ്രാഹിം നബി വിജയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് യാത്രയായി, അല്ലേ? അപ്പോഴാ ഹാജറ ബീവി സ്വന്തം കുഞ്ഞിന് ദാഹിക്കുന്നു, വെള്ളം ആവശ്യമാണ്, വെള്ളമില്ല, ചോദിക്കാൻ ആളുകളില്ല, സഹായിക്കാൻ ആളുകളില്ല. അപ്പുറത്തെ സഫാ കുന്നിലേക്ക് കയറി നോക്കി. എന്തിനാ കയറിയത്? ദൂരെ നോക്കുകയാ, ആരെങ്കിലും മനുഷ്യരെ കാണുന്നുണ്ടോ? അവരോട് ചോദിക്കാമല്ലോ. പക്ഷികൾ പറക്കുന്നത് കാണുന്നുണ്ടോ? എങ്കിൽ അങ്ങോട്ടേക്ക് നോക്കാമല്ലോ, അവിടെ വെള്ളമുണ്ടെങ്കിൽ പക്ഷികൾ ആ ഭാഗത്തേക്ക് പറക്കില്ലേ? സഫാ കുന്നിൽ കയറി 4 ഭാഗത്തും നോക്കി, എവിടെയും വെള്ളം കാണുന്നില്ല. കുട്ടിയാകട്ടെ ദാഹിച്ച് വലയുകയാ. സഫാ കുന്നിൽ നിന്നിറങ്ങി ഓടുന്നു താഴ്വരയിലൂടെ. ആ താഴ്വരയിലൂടെ ഓടിയിട്ട് മറവയുടെ സമീപത്തെത്തി. അപ്പോഴും ചിന്തിക്കുന്നു, മറവയുടെ മുകളിൽ കയറി നോക്കാം, ആരെങ്കിലും കാണും, പക്ഷികൾ എങ്ങോട്ടേക്കെങ്കിലും പറക്കുന്നത് കാണും. അവിടെയും കയറി നോക്കി, 7 വട്ടം ഓടി നോക്കുന്നു, പക്ഷെ ഒരാളെയും കാണുന്നില്ല. അപ്പോഴാ സംസമിൻ്റെ ചരിത്രമുണ്ടാകുന്നത്, അല്ലേ? ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്മാഈലിൻ്റെ ഉമ്മയെ അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ, അല്ലേ, റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ജിബ്രീലിൻ്റെ പ്രവർത്തനങ്ങൾ മുഖേന, അള്ളാഹുവിൻ്റെ കൽപ്പന മുഖേന ജിബ്രീൽ പ്രവർത്തിക്കുന്നു, സംസം ഉണ്ടാകുന്നു. സംസം പൊട്ടി ഒഴുകുമ്പോൾ ഹാജറ ബീവി അതിനെ ഒരുമിച്ച് കൂട്ടുകയാണ്. അതെങ്ങാനും അങ്ങനെ ചെയ്തിരുന്നില്ല എങ്കിൽ അതിങ്ങനെ ഒരു അരുവിയായി മാറുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ സംസം ഇന്നും അനുഗ്രഹീതമായ വെള്ളമായി മുസ്ലിമീങ്ങളെ കണക്കാക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളിലൂടെ. അത് കുടിക്കുന്നു. എന്തിനാണോ കുടിക്കുന്നത് അതിനാണ് എന്ന് ഹദീസുകളിൽ കാണാനും കഴിയുന്നു. പോകട്ടെ പ്രിയപ്പെട്ടവരെ, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വലുതാവുകയാണ്. മകൻ വലുതായി, ബാപ്പയോടൊപ്പം, അല്ലേ, എല്ലാ നിലക്കും സഹായിക്കുന്ന ഒരു പ്രായമെത്തി. അതാ അടുത്ത ഇതിനേക്കാൾ വലിയ പരീക്ഷണം വരുന്നു. എന്താ? സ്വന്തം മോനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക്. മോനെ, ഇതാ ഞാൻ ഉറക്കിൽ കാണുകയാ. ഞാനെന്താ ഉറക്കിൽ കാണുന്നത്? നിന്നെ അറുക്കുന്നതായിട്ട് ഞാനിങ്ങനെ കാണുകയാ ഉറക്കിൽ. എന്നിട്ട് മോനോട് ചോദിക്കുന്നു, ഫൻദുർ മാദാ തറാ, മോനെ നീ നോക്ക്, എന്താ നിൻ്റെ അഭിപ്രായമെന്ന്. ഞാൻ ഉറക്കിലിങ്ങനെ കാണുകയാ. ഇബ്രാഹിം നബി ഒന്നും ചിന്തിച്ചില്ല. അള്ളാഹിനോടൊന്നുകൂടി ചോദിച്ചു നോക്കാം, ഇത് സത്യം തന്നെയാണോ എന്ന്. അല്ല, അള്ളാഹ് ഉറക്കിൽ വഹിയാണല്ലോ, അമ്പിയാക്കളുടെ ഉറക്കിൽ വരുന്ന സ്വപ്നങ്ങൾ വഹിയാണത്. ആ വഹിയും
പൂർണ്ണമായി നടപ്പാക്കാൻ തയ്യാറാകുന്നു. മോനോട് അഭിപ്രായം ചോദിക്കുന്നു. എന്താ മോൻ്റെ മറുപടി? ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ. ബാപ്പ, അല്ലാഹ് എന്താണോ കൽപ്പിക്കുന്നത് അത് താങ്കൾ ചെയ്യണം ബാപ്പ. നാളെയുടെ ലോകത്ത്, പരലോകത്ത് സ്വാബിരീങ്ങളുടെ, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം. ആ മോനെ വളർത്തിയത് അങ്ങനെയാണ്. മോനും തകരുന്നില്ല, ബാപ്പയും തകരുന്നില്ല. അള്ളാഹ്ക്ക് വേണ്ടി മോനെ അറുക്കാൻ വേണ്ടി പറയുമ്പോൾ അത് തയ്യാറാകുക. മോനെ അറുക്കാൻ വേണ്ടി പറയുമ്പോൾ അതിന് പോലും തയ്യാറാകുക. ചെറുപ്പകാലത്ത് മദ്രസാ പുസ്തകങ്ങളിലൂടെ ഈ ആയത്ത് നമ്മൾ പഠിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയോ ഖുതുബകൾ നമ്മുടെ നാട്ടിൽ കേട്ടു, വഅദുകൾ കേട്ടു, എത്രയോ മണിക്കൂറുകൾ ഈ വിഷയം വിശദീകരിക്കുന്നു. ഈ ഒരു ത്യാഗം ഇബ്രാഹിം നബി ചെയ്തതിൻ്റെ സ്മരണ അയവിറക്കുന്നതാ ഉളുഹിയ്യത്ത്, അല്ലേ? അതങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബി മോനെയും കൂട്ടി പോകുന്നു, കൽപ്പന നടപ്പാക്കുകയാ. ശൈത്താനാകട്ടെ ഇബ്രാഹിം നബിയെ ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എല്ലാ നിലക്കും ശൈത്താൻ പിന്നിലുമുണ്ട്. ജംറാത്തിന്റെ ഭാഗത്ത് വെച്ച് പിശാചിനെ ആട്ടിയോടിക്കുന്നു, കല്ലെറിഞ്ഞോടിക്കുന്നു. എന്നിട്ടോ കത്തിയും കയറുമായി പോകുന്നു മിനയുടെ മലമുകളിലേക്ക്. ആ സമയത്ത് ഖുർആൻ പ്രയോഗിച്ച പദം നെറ്റിത്തടം ചെരിച്ചു കിടത്തുകയാണ് സ്വന്തം മോനെ. ബാപ്പ എന്തിനാ ചെരിച്ചു കിടത്തിയത്? മോൻ പിടഞ്ഞു മരിക്കുന്നത് ബാപ്പയ്ക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടല്ല, അല്ലാഹ് പറഞ്ഞ ആ അറിവിൽ ആ നിലക്ക് തന്നെ അറുക്കാൻ തന്നെയാ സൗകര്യം. മോനെ കിടത്തി, പ്രിയപ്പെട്ടവരെ, ഒരു കഥയായിട്ടല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. സ്വന്തം മോനെ ഇബ്രാഹിം നബി മിനയിൽ ചെരിച്ചു കിടത്തുന്നു, നെറ്റിത്തടം ചെരിച്ചു കിടത്തുകയാണ്. കത്തി കഴുത്തിലേക്ക് വെക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നു, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം. അല്ലാഹ് വിളിക്കുന്നു, ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയാ, സ്വപ്നം നിങ്ങൾ സത്യപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇപ്രകാരമാണ് നാം നന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. അല്ലാഹ് തന്നെ അത് പറയാ. ഇത് വല്ലാത്തൊരു വ്യക്തമായ ഒരു പരീക്ഷണം തന്നെയാണ് ഇബ്രാഹിം ഇത്. വഫദൈനാഹു ബിദബ്ഹിൻ അളീം, പകരമായിട്ട് ഒരു ബലിമൃഗത്തെ അള്ളാഹ് അത് നൽകുന്നു. അല്ലേ, അള്ളാഹു തആല നൽകുകയാണ്. ആ സ്മരണയാണ് ഉളുഹിയ്യത്തിലൂടെ നമ്മളും ചെയ്യുന്നത്. ഏറെ കാലം പ്രാർത്ഥിച്ചു, ഒരു മോനെ അള്ളാഹ് നൽകി. ആ മോൻ വളർന്നു വലുതായി, ബാപ്പയ്ക്ക് ഇഷ്ടമുള്ളൊരു പ്രായമെത്തി. ആ സമയത്ത് അറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മോനും പിന്തിരിയുന്നില്ല, ബാപ്പയും പിന്തിരിയുന്നില്ല, അറുക്കുക തന്നെ. സഹോദരങ്ങളെ, ഉളുഹിയ്യത്ത് സാന്ദർഭികമായി നാം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എത്ര ആളുകൾ കഴിവുണ്ടായിട്ടും ആ ഉളുഹിയ്യത്തിലേക്ക് ആ ഒരു ഷെയർ പോലും നമ്മൾ ചേരാൻ തയ്യാറാകുന്നില്ല, അല്ലേ? ഒരു വീട് നിർമ്മിക്കാൻ നമ്മുടെ കയ്യിൽ 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം മുടക്കിയിട്ടും നാം വീട് നിർമ്മിച്ച് അപ്പുറത്തെ വീട്ടുകാരൻ്റെ ഒരു പെയിൻറ് മാറ്റുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ വീടിൻ്റെ പെയിൻറ് മാറ്റാൻ നമ്മുടെ കയ്യിൽ പണമുണ്ട്. ഒരു മതിൽ നിർമ്മിച്ചു, അപ്പുറത്തെ വീട്ടുകാരൻ്റെ മതിൽ ഒന്ന് മാറ്റിപ്പണിയുമ്പോൾ നമ്മുടെ മതിൽ മാറ്റിപ്പണിയാൻ നമ്മുടെ കയ്യിൽ പണമുണ്ട്. ലക്ഷങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഒരു ഉളുഹിയ്യത്തിന് ഒരു 10,000 രൂപ, അതല്ലെങ്കിൽ ഒരു 500 റിയാൽ, ഒരു 1000 റിയാൽ അള്ളാഹ് എനിക്ക് തന്നത് കൊണ്ടാ ഈ പണം എൻ്റെ കയ്യിലുണ്ടായത്. അള്ളാഹ്ക്ക് വേണ്ടി, ഒരു ഉളുഹിയ്യത്തിന് വേണ്ടി അത് സ്വന്തമായിട്ട് അറുക്കാനോ ഒരു ഷെയർ പോലും കൂടാനോ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ ഇബ്രാഹിം നബിയുടെ ജീവിതവുമായിട്ട് നമ്മൾക്ക് എന്ത് ബന്ധമുണ്ട് പ്രിയപ്പെട്ടവരെ? ഇബ്രാഹിം നബിയുടെ പേര് പറയാൻ എന്ത് അർഹതയുണ്ട് നമ്മൾക്ക്? അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞതും, മൻ കാന ലഹു സഅ ഫലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാന. കയ്യിൽ പണമുണ്ടായിട്ട്, കയ്യിൽ ശേഷിയുണ്ടായിട്ടും ഉളുഹിയ്യത്ത് അറുക്കാത്ത വ്യക്തി പെരുന്നാൾ ആഘോഷിക്കാൻ ഈദ് മുസല്ലയിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറയുന്നു. നമ്മൾ ദുൽഖഅദ് മാസത്തിലെ പെരുന്നാളിന് ഡ്രസ്സൊക്കെ വാങ്ങി തയ്യാറായി നിൽക്കുക. എന്തിനാ? ബലിപെരുന്നാൾ ആഘോഷിക്കാൻ. നാട്ടിലേക്ക് 3000 റിയാലും 3500 റിയാലും മുടക്കി കുടുംബസമേതം നാട്ടിൽ പോയി പെരുന്നാൾ ആഘോഷിക്കാൻ കയ്യിൽ പണമുണ്ട്, അല്ലേ? ഒരു 500 റിയാൽ ഉളുഹിയ്യത്തിന് വേണ്ടി അറുക്കാൻ നമ്മൾ തയ്യാറല്ല. ആരാ ആഘോഷിക്കുന്നത്? നമ്മൾക്ക് ആഘോഷം വേണം, പക്ഷെ ദീന് നമ്മൾക്ക് വേണ്ട. ഇബ്രാഹിം നബി ഈ മോനെ അറുത്ത ആ ചരിത്രങ്ങളൊക്കെ വഅദുകളിൽ കേട്ട് നമ്മൾ അയവിറക്കിക്കൊണ്ട് നമ്മൾ ദീനിൻ്റെ സദസ്സ് വിട്ട് നമ്മൾ പോകും. പ്രിയപ്പെട്ട മുസ്ലിമേ, അള്ളാഹ് കയ്യിൽ തന്ന പണം സെക്കൻഡ് നേരം കൊണ്ട് പിൻവലിക്കാനും അള്ളാഹ്ക്ക് കഴിവുണ്ട് എന്ന് നമ്മൾക്കറിയാം. ഉളുഹിയ്യത്ത് അറുക്കാനും കഴിവുണ്ടായിട്ട് നമ്മൾ അറുക്കാതെ മാറി നിൽക്കുന്നില്ലേ? എന്താ നമ്മുടെ മനസ്സിലെ പ്ലാൻ? അവിടെ സ്ഥലം വാങ്ങണം,
അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കണം, മോളുടെ കല്യാണം കെങ്കേമമാക്കണം, വലിയ വീട് നിർമ്മിക്കണം. ആരുറപ്പ് തന്നു നാളെ നേരം വെളുക്കുമ്പോൾ ഈ നോട്ടുകെട്ടിൻ്റെ ഒന്നെങ്കിലും ഒന്ന് മാറ്റിയെണ്ണ നിനക്ക് ആയുസ്സുണ്ടാകുമോ എന്ന് നിനക്ക് ഉറപ്പുണ്ടോ ഈ ദുനിയാവിൽ? അല്ലേ? പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടി അറുത്താൽ അത് പരലോകത്ത് ബാക്കിയുണ്ടാകുമെന്ന് ഹബീബായ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലേ? നീ അറുക്കാൻ വേണ്ടിയിട്ടല്ല, അറുക്കുന്ന രക്തം കാണാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ മാംസങ്ങളൊന്നുമല്ല അള്ളാഹിലേക്ക് എത്തുന്നത്. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അള്ളാഹ്ക്ക് വേണ്ടി അറുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആ സൂക്ഷ്മതാ ബോധമാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി നീ അറുക്കുന്നു. ലോകത്ത് ബഹുഭൂരിഭാഗം ആളുകളും ബഹുഭൂരിഭാഗം മനുഷ്യരും റബ്ബിനല്ലാതെയാ ഇവിടെ ബലിയർക്കുന്നത്. ഖബറാളികൾക്ക് വേണ്ടി, അതേപോലെ മറ്റുള്ള ബിംബങ്ങൾക്ക് വേണ്ടി, മറ്റുള്ള ആരാധ്യ വസ്തുക്കൾക്ക് വേണ്ടി ബലിയറുക്കുമ്പോൾ നീ ഇതാ അള്ളാഹ്ക്ക് വേണ്ടി രക്തം ചിന്തുന്നു, അള്ളാഹ്ക്ക് വേണ്ടി നീ ബലിയറുക്കുന്നു. ആ കൂലി പ്രിയപ്പെട്ടവരെ കരസ്ഥമാക്കാൻ കഴിയണം, കരസ്ഥമാക്കാൻ നമ്മൾക്ക് സാധിക്കണം. എല്ലാ വർഷങ്ങളിലും നമ്മൾ അതിന് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത്, നമ്മൾ അത് ചെയ്യേണ്ടത്. കോബാറിലും ഇസ്ലാഹി സെൻ്ററിൻ്റെ സജീവമായ സഹായങ്ങളും പ്രവർത്തനങ്ങളും ഇതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഇതിൽ സ്വന്തമായോ ഷെയറായോ ഈ ഉളുഹിയ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സൗകര്യം കോബാർ ഇസ്ലാഹി സെൻ്റർ നടത്തുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനോട് താല്പര്യം കാണിക്കുന്ന ആളുകൾക്ക് പേരുകൾ നൽകാം. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഈ വിഷയം നമ്മളെല്ലാവരോടും പറയണം സഹോദരന്മാരെ. ഒരുപാട് സമ്പന്നർ, ഒരുപാട് പണക്കാർ കഴിവുണ്ടായിട്ടും മാറി നിൽക്കുന്നു. അവരോട് പറയാം, സംവിധാനങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, നിങ്ങൾക്കത് ചെയ്യാം. ആ നിലക്ക് നിങ്ങൾ കൃത്യമായ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മോനെ അറുക്കണമെന്ന അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ നിന്നും വിജയിക്കുകയാണ്. പിന്നീടോ ചരിത്രത്തിൽ കാണാം, നമ്മൾ ഖുർആനിൻ്റെ ആയത്തുകളിൽ കാണാം, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നു. എന്ത്? കഅബാലയത്തെ ഒന്ന് പുനർനിർമ്മിക്കാൻ. ആ കഅബാലയത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള കൽപ്പന വരുമ്പോൾ മോനെ കൂട്ടി അത് കൃത്യമായും ഭംഗിയായും അത് നിർവഹിക്കുന്നു. എന്നിട്ട് ഇബ്രാഹിമിയുടെ ജീവിതത്തിൽ കാണാം ഒരു പ്രാർത്ഥന. അല്ലേ? അല്ലാഹ് പറയുന്നു കഅബാലയം നിർമ്മിക്കണം, പുനർനിർമ്മിക്കണമെന്ന്. അത് കൃത്യമായി ചെയ്ത് ഒരു ഭാഗത്ത് മാറിപ്പോയി പ്രാർത്ഥിക്കുന്നു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഇത് ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക. ആ കഅബാലയത്തിൻ്റെ അടിത്തറ പുതുക്കി പണിതപ്പോൾ എന്നിട്ട് പ്രാർത്ഥിക്കുക, ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണേ എന്ന്. എന്ത് അമല് ചെയ്താലും ഒരു പാഠമുണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം നമ്മൾ. അള്ളാഹ്ക്ക് വേണ്ടിയാ നോമ്പ്, അള്ളാഹ്ക്ക് വേണ്ടിയാ നിസ്കാരം, അള്ളാഹ്ക്ക് വേണ്ടിയാ എല്ലാം ചെയ്യുന്നത്. പക്ഷേ മനുഷ്യരല്ലേ, ജീവിതത്തിൽ സംഭവിച്ച ദൗർബല്യങ്ങൾ കൊണ്ട് ഈ അമലുകൾ അള്ളാഹ് സ്വീകരിക്കാതെ പോയാലോ, ഈ ഇബാദത്ത് അള്ളാഹ് തട്ടിക്കളഞ്ഞാലോ, അതുകൊണ്ട് എന്ത് ചെയ്താലും നമ്മൾ പ്രാർത്ഥിക്കണം, അതാ ഇത് സ്വീകരിക്കണേ എന്ന്. എന്തിനാ? ഇന്നക അൻത സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും നാദാ നീയാണ്. നമ്മളെക്കുറിച്ച് അള്ളാഹുവിനാണ് അറിയുന്നത്. അല്ലേ? ഇത് പ്രാർത്ഥിക്കുന്നു. അവിടെ വെച്ച ഇബ്രാഹിം നബിയോട് പറയുന്നത് അല്ലാഹ്, ഇബ്രാഹിം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിമേ, ഹജ്ജിന് വേണ്ടി നീ ആളുകളെ വിളിക്കണം. എവിടെ വെച്ചാ പറയുന്നത്? അന്ന് മക്കയിൽ ഒരു മനുഷ്യനില്ല, അല്ലേ? സസ്യങ്ങളില്ല, അതേപോലെ ഭക്ഷണങ്ങളില്ല, ഫലവർഗ്ഗങ്ങളില്ല, ഒന്നുമില്ലാത്ത ഒരു മരുഭൂമിയിൽ വെച്ച് ഇബ്രാഹിം നബിക്ക് കൽപ്പന വരുന്നു, ആളുകളെ ഹജ്ജിന് വേണ്ടി വിളിക്കണം, ഇവിടത്തേക്ക് വേണ്ടി വിളിക്കണം. ഇബ്രാഹിം നബി അള്ളാഹിനോട് ചോദിച്ചു, നാദാ, ഞാനിത് വിളിച്ചാൽ ആര് കേൾക്കാനായി വിളി? അല്ലേ? ഇബ്രാഹിം, താങ്കൾ വിളിച്ചാൽ മതി. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളോടും താണ്ടിക്കടന്നുകൊണ്ടും, അല്ലേ, എല്ലാവിധത്തിലും ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ അവർ ഈ കഅബാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വരുമെന്ന് അള്ളാഹ് അന്ന് പറഞ്ഞു. ആ കാലം മുതൽ ഇന്ന് വരെ ആ കഅബാലയത്തിലേക്ക്, ആ പരിശുദ്ധ ഭവനത്തിലേക്ക് ആളുകൾ ഹജ്ജിന് വേണ്ടി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, ലോകത്തിൻ്റെ പല നാടുകളിൽ നിന്നും വിഭിന്നമായ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, വിഭിന്നമായ ശൈലികളുള്ള ആളുകൾ എല്ലാവരും വരുന്നു. ഒരേ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്
ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഇതാണ് എല്ലാവരും ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത് അല്ലേ? എല്ലാവരും വരുന്നു, എല്ലാവരും അവിടേക്ക് എത്തുന്നു. ഒരേ വാചകങ്ങൾ ഉരുവിട്ടുകൊണ്ട് തൽബിയത്തുകളുമായി ആളുകൾ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു പ്രയാസവും കൂടാതെ പരിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്ത് അവർ തിരിച്ചു പോവുകയാണ്. പല ആളുകൾക്കും ജീവിതത്തിൽ അതിൻ്റെ തൗഫീഖ് ഉണ്ടായി. പല ആളുകൾക്കും ഈ വർഷമാണ് ഇൻഷാ അല്ലാഹ് അതിൻ്റെ തൗഫീഖ് ഉണ്ടാകുന്നത്. ഹജ്ജിന് പോകുന്ന, ഹജ്ജിലേക്ക് എത്തിപ്പെട്ട ലോകത്തെ എല്ലാ ഹാജിമാർക്കും നല്ല നിലക്ക് മബ്റൂറും മഖ്ബൂലുമായ നിലക്ക് ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ നിലക്ക് ഹജ്ജിലേക്ക് അവരെത്തുന്നു. കൂടെ സാന്ദർഭികമായി അതും കൂടെ നമ്മൾ പഠിക്കണം. ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ടോ? എനിക്ക് കഴിവില്ലേ? എൻ്റെ നേതാവ് റസൂൽ എന്നോട് പറഞ്ഞില്ലേ, ഹജ്ജും ഉംറയും നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കണം അല്ലേ? അതിനെ തുടർത്തണം. എന്തിനാ? എപ്പോഴാണ് നിങ്ങളുടെ കഴിവ് നിങ്ങൾ കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. അതിനു മുമ്പേ കഴിവുള്ള കാലത്ത് ഹജ്ജ് ചെയ്യണം. എന്താ ആ ഹജ്ജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലേ? മബ്റൂറായിക്കൊണ്ട് ഒരു മനുഷ്യൻ നല്ല നിലക്ക്, ഒരു തെറ്റുമില്ലാത്ത നിലക്ക്, ഒരു തോന്നിവാസങ്ങളുമില്ലാത്ത ഒരു ഹജ്ജ് ഒരു മനുഷ്യൻ ചെയ്താൽ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരു ഹജ്ജൊരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഒന്നുമല്ല സമ്മാനമായിട്ട്, പ്രതിഫലമായിട്ട് അല്ല പറഞ്ഞത്. ലൈസ ലഹു ജസാഉൻ, ഒരു കൂലിയും അള്ളവന് കൊടുക്കൂല, ഇല്ലൽ ജന്ന, സ്വർഗമല്ലാത്ത ഒരു കൂലി ഹജ്ജിനില്ല. പ്രിയപ്പെട്ടവരെ, തോന്നിവാസങ്ങളോ അതേപോലെ തന്നെ വൃത്തികേടുകളോ അതൊന്നും കലരാതെ ഒരു ഹജ്ജ് ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലേ, പാപങ്ങളിൽ നിന്ന് അവൻ മടങ്ങുകയാണ്. ഏതുപോലെ? പ്രസവിക്കപ്പെട്ട ഒരു കുട്ടിയില്ലേ, നിഷ്കളങ്കനായ ഒരു കുട്ടിയെപ്പോലെയാണ് അവൻ മടങ്ങുന്നത്. എല്ലാ നിലക്കും തൽബിയത്ത് മുതൽ ആ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചത് മുതൽ ആ ഹജ്ജ് കഴിയുന്നത് വരെ നിങ്ങൾ നോക്കൂ. ആ കുളി പ്രത്യേകമായ കുളിയാണ്. ആ ഇഹ്റാമിൻ്റെ വേഷം പ്രത്യേകമായ വേഷമാണ് അല്ലേ? ഇഹ്റാമിന് വേണ്ടിയാണ് കുളിക്കുന്നത്. ആ ഡ്രസ്സിനെന്താ പറയുന്നത്? ഇഹ്റാം അല്ലേ? ഇഹ്റാമിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത്. ഇഹ്റാം ചെയ്ത ഹാജി എന്ന് പറയുന്നു, മുഹരിം എന്നാ പറയുന്നത്. അവൻ പോകുന്ന നാടിൻ്റെ പേരെന്താ? ഹറം എന്ന ആ നാടിൻ്റെ പേര്. ഹജ്ജിൻ്റെ മാസം എന്താ? ഹറം മാസമാണല്ലേ? പരിശുദ്ധമാക്കപ്പെട്ട, പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽപ്പെട്ടതാണ് ഈ മാസം. എല്ലാം കൊണ്ടും പവിത്രതയിൽ, നിഷ്കളങ്കതയിൽ നിഷ്കളങ്കമായ മാസം. ഇതിനേക്കാൾ വലുതെന്താ? അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് സ്വർഗമല്ലാതെ അതിന് കൂലിയില്ല. ഇതും പ്രിയപ്പെട്ടവരെ, കഴിവുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ എൻ്റെ ബിസിനസ് ബാധിക്കുമോ, എൻ്റെ കുടുംബത്തെ ബാധിക്കും, ഇതൊക്കെ വിചാരിച്ചിട്ട് ഹജ്ജിന് പോകാത്ത ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ ഗൗരവത്തോടു കൂടി എടുക്കണം. ഹജ്ജിന് കഴിവുണ്ടായിട്ടും പോകാത്ത മനുഷ്യർ മാഹും ബിമുഅ്മിനീൻ വമാഹും ബിമുഅ്മിനീൻ വമാഹും ബിമുഅ്മിനീൻ 3 തവണ പറയാം, അവർ വിശ്വാസികളെയല്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാം എല്ലാ നിലക്കും ആ ഹാജിമാരോടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അള്ളാഹിനോട് നമ്മളും പ്രാർത്ഥിക്കുക. നാഥ, എൻ്റെ കഴിവ് എനിക്കെത്തിയോ, ഓരോരുത്തർക്കും എൻ്റെ കഴിവെത്തിയോ എന്ന് അവർക്കല്ലേ അറിയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ ഹജ്ജിലേക്ക് എത്താനുള്ള തൗഫീഖ് എനിക്ക് നൽകണേ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുണ്ടായിട്ടും അവിടെ വന്ന് ഹജ്ജ് ചെയ്യാനോ ഉംറ നിർവഹിക്കാനോ ഭാഗ്യമില്ലാത്ത എത്രയോ ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ നാടുകളിൽ. എന്തോ അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് അവർക്ക് എത്തുന്നില്ല, താല്പര്യം കാണിക്കുന്നില്ല. നമ്മളങ്ങനെ ആകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന നാട്, അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ സാധ്യതകളും ഉൾക്കൊള്ളുന്ന ഒരു നാടാണ് നമ്മുടെ ഈ ഒരു പ്രദേശം. ഇവിടെ വെച്ചിട്ട് നമ്മളിത് ചെയ്യുന്നില്ല എങ്കിൽ, കഴിവുണ്ടായിട്ടും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ഒരവസരം നമ്മളിലേക്ക് വരുമോ എന്ന് നമ്മൾക്കറിയില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്നാകണം. ഈ വർഷം തന്നെ അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് നീയത്താക്കി അതിനുവേണ്ടി തയ്യാറെടുപ്പ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, നാദാ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിലേക്ക് നീ എന്നെ എത്തിക്കണേയെന്ന്, എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ നീ എത്തിക്കണേയെന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിമിയുടെ ജീവിതത്തിൽ എല്ലാ നിലക്കുള്ള മാതൃകകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അള്ളാഹുവിന് പൊരുത്തമുള്ള മുവഹിദായ ദഅവാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് വിശ്വസിക്കുകയും അത് ആളുകളിലേക്ക് എത്തിക്കുകയും അതിൽ വരുന്ന പ്രയാസങ്ങളെ സഹിച്ചുകൊണ്ട്
പിന്നീട് സജീവമാകുന്നവരായിട്ട് മാറാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു തആല അതിനുവേണ്ടി എല്ലാവിധ തൗഫീക്കും നമ്മൾക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കാക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാനും അത് പ്രബോധനം ചെയ്യാനും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും തൗഫീക്ക് ലഭിക്കുന്നവർ അല്ലാഹു തആല നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ പലരും, അവർക്കൊക്കെ നീ അവർക്കും ഞങ്ങൾക്കും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സാലിഹ്യങ്ങളായ സന്താനങ്ങളാക്കി നീ ഞങ്ങളെ മാറ്റണം റഹ്മാനെ. ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹ്യങ്ങളായ സന്താനങ്ങളെ ബാക്കിയാക്കിക്കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ലാ തുഖ്സിനാ യൗമൽ ഖിയാമ റബ്ബന ലാ തുഖ്സിനാ യൗമൽ ഖിയാമ റബ്ബന ലാ തുഖ്സിനാ يوم القيامة. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا إنك أنت أرحم الراحمين واغفر لنا يا غافر المذنبين. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.